സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പരിശുദ്ധനും നിത്യനും വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഒരു സന്ധ്യ കൂടെ നീ ദാനമായി തന്നോട്ടൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. കാലടികളെ വിട്ട് കടന്നുപോയി വരാമായ 42 മൃഗങ്ങളെ വിടുവിച്ച് ഈ സന്ധ്യാസമയത്ത് എൻ്റെ അപ്പച്ചനെ ആരാധിപ്പാന്ത പൂർണ്ണ സ്വർഗം സഹായിച്ചു വലിയ കൃപയോർത്തടികൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. അടിയങ്ങളൊക്കെ ഈ ബലഹീനരും മഹാഭാവികളും ദോഷികളും ഇതിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയടികളോട് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആലയവും പരിസരവും രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ രക്തം കർത്താവേ അടിയങ്ങളുടെ സകല ഭാഗവും മോചിക്കുന്നത് വ്യക്തമായി സ്തോത്രം കർത്താവേ. ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ അടിയങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൻ്റെ പാദങ്ങളിൽ ഇരിക്കുന്ന സമയം വരെ 1000 വർഷത്തെ പ്രാർത്ഥനമെന്ന് അടിയങ്ങൾ അറിയുന്ന കർത്താവേ. അടിയങ്ങളുടെ സകല കാര്യവും എൻ്റെ കർത്താവ് എല്ലാം അറിഞ്ഞിരിക്കാൻ സ്തോത്രം. ഭക്തത്തെ കൊണ്ടുളവാക്കിയ നല്ല ദൈവമേ, നീ അടിയങ്ങൾക്ക് സമ്പത്തായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലോകത്തിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. സർവശക്തനായ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്ന സത്യവചനം എൻ്റെ ദൈവത്തെ സ്വത്വത്തിൽ ആത്മാവിലും ആരാധിപ്പാകണം. സ്വർഗമടികളെ ഇവിടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വന്ന മക്കളെല്ലാം ദൈവകരങ്ങൾ പരമേൽപ്പിക്കുന്ന കർത്താവേ. ദൈവമേ, വരാനുള്ളവരെ തിരുമേലും കൂട്ടുവരുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. അലവും മത്സരത്താളും കൂടി സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ഇന്നുവരെയും തന്നെ എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒന്നിനെയും തിരിഞ്ഞിട്ടാവേ. നീ അടിയങ്ങളെ സമ്പത്തായതുകൊണ്ട് അടിയങ്ങൾക്ക് സകലവും തന്നിരിക്കാൻ സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അടിയങ്ങളെ വഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഗുണവുമായി അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവത്തോടെ ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം ദൈവകരങ്ങൾ പരമേൽപ്പിക്കും. അവരൊക്കെ ആയിരിക്കുന്നവർക്കൊക്കെ അവിടുത്തെ കാവലും ദൂതഗണങ്ങളും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ ദൈവമേ, എന്തോ പ്രയാസം ഉണ്ടായാലും കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഒടുവിൽ ആരുടെയും ദൈവമേ കുറവനുഗ്രഹത്തിന് തടസ്സമാകുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന പിതാവേ. എല്ലാ മക്കളെയും ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. എൻ്റെ സാന്നിധ്യം സഭയിൽ വെളിപ്പെടുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സർവശക്തൻ്റെ ഭാവിൽ കരുതലും എല്ലാ പ്രതികൾക്കും ഈ ലോകത്തിൽ വായ്പാൻ കഴിയാത്ത മനുഷ്യർക്കുള്ള നല്ലതെന്നറിയണം. അപ്പോൾ തന്നെ ദുഷിച്ചുകൊള്ളുക. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾക്ക് തരുമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അടികളെ ഒരു നിത്യരാജ്യത്തിൽ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിത്യതയ്ക്കായി അടികളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിമിഷം വരെ 1000 ദിവസത്തെ പ്രാർത്ഥനമാണ്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ ജീവിപ്പാൻ അടികളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിൻ്റെ വരവ് കർത്താവെ ഏറ്റവും അടുത്തിരിക്കുന്നു. സമാധാനം സന്തോഷം അടികളെ കർത്താവെ നിത്യതയ്ക്കായി എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമായ കർത്താവ് എന്ന് എല്ലാ അനുഗ്രഹത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നാടുകളിലൂടെ അവരെയൊക്കെയും ദൈവകരങ്ങൾ പരമേൽപ്പിക്കുന്ന കർത്താവേ. എൻ്റെ ഭാവിലും ദൂതഗണങ്ങളും എൻ്റെ മക്കളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇതാവപ്പെടാറും നക്ഷത്രം നോക്കാറും എല്ലാ മക്കളെയും കാത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പിതാവേ, അവിടുത്തെ സുഹൃത്തുക്കളാത്മാവിനെ അടിയങ്ങൾ കരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. പിതാവേ, അവിടുത്തെ പുത്രനെ വിശ്വസിക്കുന്നതന്നെ നിത്യജീവനം നൽകുകയാണ്. ജീവൻ്റെ ഓഹരിക്കാരാക്കിയടങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, വചനം പറയുവാൻ നിന്നെ അവനെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഈ കൃപകളോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എൻ്റെ സാന്നിധ്യയിരിക്കുന്നതിൽ അനേകം ദൈവമേ അനുഗ്രഹത്തിൻ്റെ വഴികളാണ് ജീവിക്കുന്നത്. ഇവരെയും തന്ന എല്ലാ നന്മകളെയും ദൈവം പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവേ. എൻ്റെ സന്നിധിയിൽ അടിയിൽ ഇരിക്കട്ടെ കർത്താവേ. ഈ അടികളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ വചനം കേൾപ്പാണ്ടപ്പോൾ സ്വന്തം അടികളെ സഹായിച്ച വൻകുടിയോർത്തടികൾ ശ്രദ്ധിക്കുന്ന കർത്താവേ. എല്ലാം എൻ്റെ കർത്താവിന് കുഞ്ഞുങ്ങൾക്ക് പരമേൽപ്പിക്കും. അവർക്ക് പ്രാർത്ഥന കേൾക്കുമ്പോൾ മറുപടി തന്നതിനാൽ സ്തോത്രം. ആരെയും കേട്ടതായിട്ട് കാര്യങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യാം. പാഠപുസ്തകത്തില് 214 വാഴ്ത്തിടുക സ്തുതി ചാർത്തിടുക യേശുവിൻ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക സ്തുതി ചാർത്തിടുക യേശുവിൻ നാമം ഉയർത്തിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പ
ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതി ചാർത്തിയിടുക യേശുവിൻ നാമം ഉയർത്തിയിടുക ഈശ്വരമൂലെ അടിച്ചുയർന്നു പടകു തകർന്നു തോന്നിയപ്പോ ഈശ്വരമൂലൻ അടിച്ചുയർന്നു പടകു തകർന്നു തോന്നിയപ്പോ ധോണിയിൽ ജയം നന്ന രക്ഷകന്റെ പാലനമോർത്തുന്ന സ്തുതിച്ചിടുക ധോണിയിൽ ജയം നന്ന രക്ഷകന്റെ പാലനമോർത്തുന്ന സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതി ചാർത്തിയിടുക യേശുവിൻ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതി ചാർത്തിയിടുക യേശുവിൻ നാമം ഉയർത്തിയിടുക ഇന്നെന്ന ഭാരതനെയും നീയപ്പോ ഒന്നും ഭയപ്പെടേണ്ട ദുരതയില്ലേ ഇന്നെന്ന ഭാരതനെയും നീയപ്പോ ഒന്നും ഭയപ്പെടേണ്ട ദുരതയില്ലേ കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തുന്ന സ്തുതിച്ചിടുക കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തുന്ന സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതി ചാർത്തിയിടുക യേശുവിൻ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതി ചാർത്തിയിടുക യേശുവിൻ നാമം ഉയർത്തിയിടുക കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പുറം നടന്നിട പഴുതില്ലാതെ കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പുറം നടന്നിട പഴുതില്ലാതെ അകത്തും പുറത്തും പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക അകത്തും പുറത്തും പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതി ചാർത്തിയിടുക യേശുവിൻ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതി ചാർത്തിയിടുക യേശുവിൻ നാമം ഉയർത്തിയിടുക പ്രാർത്ഥന കേട്ടുള്ള കാര്യങ്ങൾക്ക് സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ 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 അറുപത്തിമൂന്നാം സങ്കീർത്തനം. ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിന്മേൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നതെല്ലാം മുഴുവൻ. എങ്കിലും പോസ്റ്റ് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും. ദൈവമേ, ഏഴാമത്തെ വാക്യം. ദൈവം എനിക്ക് സഹായമായി തീർന്നുവരെ ദൈവത്തിൻ്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കും.
ദാവീദിൻ്റെ സങ്കീർത്തനം. അപ്പം ദൈവം എനിക്ക് സഹായമായി തീർന്നുവല്ലോ എന്നാണ് ദാവീദ് പറയുന്നത്. നമുക്ക് പറയാനായിട്ട് സാധിക്കും എപ്പോഴാണ് ദൈവം നമ്മുടെ സഹായമായി തീരുന്നത്. അതിന് തൊട്ടു മുമ്പിലത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 5-ാം വാക്യത്തിൽ, എൻ്റെ കിടക്കയിൽ ദൈവത്തെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ കർത്താവിനെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മറ്റേ മേധസ്സം കൊണ്ടെന്ന പോലെ തൃപ്തി. ഇന്നും അനേകം ആളുകൾക്ക് കിടക്കയിലും രാത്രിയാമങ്ങളിലൊക്കെയും കർത്താവിനെ ധ്യാനിക്കുവാൻ സാധിക്കണമെങ്കിൽ ഈ ദൈവവചനം എൻ്റെ നിങ്ങളുടെയും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിത്തരണം. അങ്ങനെ എഴുതിത്തരാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ധ്യാനിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ വചനം എഴുതപ്പെട്ടവരായ ദൈവമക്കൾ അവർ 1-ാം സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവവചനത്തിലുള്ള സന്തോഷം അത് പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൽ എഴുതി കിട്ടിയത് ദൈവമക്കൾ അവർ രാത്രിയാമങ്ങളിലൊക്കെയും കിടക്കുമ്പോൾ അവരിത് ധ്യാനിക്കുമ്പോൾ അവർക്ക് മറ്റേ മേധസ്സം കൊണ്ടതുപോലെ തൃപ്തി വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം സഹായമായി തീരും. നമുക്കറിയാം, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർത്തും, ഉഷസ്സെങ്കിലോ ആനന്ദഘോഷം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്ധ്യയെങ്കിൽ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വേദനകളൊക്കെയും ചിലരൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ സന്ധ്യയ്ക്കാണ് ചില രോഗങ്ങളൊക്കെ കയറി വരിക എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് നമുക്ക് കരച്ചിലും സങ്കടമൊക്കെ വരുമ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ, കിടക്കയിൽ കിടന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കർത്താവ് നമ്മുടെ സഹായകനായി തീർന്ന് ഉഷസിങ്കൽ സന്തോഷം വരുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയാകുകയാണ്. അതേ മാറ്റമില്ലാത്ത കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം. ആ കർത്താവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുള്ളതിനാൽ കർത്താവിനെ നമുക്ക് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വത്സമായി കടന്നു വന്ന് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വരിക. യേശുവിൻ മൂലമൻ യാചനകൾ ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവേ. അവിടെ തന്നെ ഇവിടെ തന്നതിനാൽ സ്തോത്രം. ഈ ആലയവും പരിസരവും നാലതിന് പലപ്പോൾ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ദുഷ്ടൻ കടപ്പാതോണം, ഒരു ശത്രു കടപ്പാതോണം കർത്താവ് രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ചു വിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം പിന്നെ പാടുവാനേ പ്രാർത്ഥിക്കുവാനേ സങ്കീർത്തനങ്ങളെ ധ്യാനിക്കുവാനൊക്കെ തന്ന ആ നല്ല അവസരത്തിനായി സ്തോത്രം നാഥ. 2-3 പേർ യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിലേക്ക് വരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, ഇന്നേ മധ്യത്തിൽ വന്നിരിക്കുകയായി സ്തോത്രം ചെയ്ത കർത്താവേ. പേര് പറയുന്ന ദൈവത്തിനായി സ്തോത്രം നാഥ. കണ്ണുനീരിൽ നിന്ന് പ്രാണനെ മരണത്തിൽ നിന്ന് കാലിനെ വീഴ്ചയെന്ന് വിടുവിക്കുന്ന ദൈവത്തിന് 1000 നന്ദി പറയുന്ന കർത്താവേ. അവിടുന്ന് കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ വിധത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പോൾ ഒരാവുന്ന എല്ലാ ആപത്തപകടങ്ങളിൽ നിന്നും രോഗദുഃഖങ്ങളിൽ നിന്നെല്ലാം കർത്താവിന് വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നോട്ടത്തിലെ, ചിന്തയിലെ, സംസാരത്തിലെ, വിചാരങ്ങളിലെ എന്തെങ്കിലും കുറവുകൾ വന്നു കർത്താവെ ഇന്നത്തെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യഹോവയുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. എൻ്റെ
സഹായം ആകാശത്തെ ഭൂമിയുണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അസഹായം നിന്ന് നല്ല നാഥനായ കർത്താവേ, ഈ മധ്യത്തിലുള്ളതിനായി സ്തോത്രം നാഥ. എല്ലാ പ്രതികൂലങ്ങളുടെ മേലും അനുകൂലമായി കൂടെ എന്ന് വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഭാരം എന്റെ മേലെ കൊള്ളുവാൻ ഞാൻ ഇതേ പുലർത്താവുന്ന അരളി ചെയ്ത ദൈവം. ആ ഭാരവും പ്രയാസങ്ങളോട് നേരിടുവാൻ തക്കവണ്ണം എന്നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്തു കർത്താവേ. ആ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തുന്നവനായ കർത്താവേ, ഇന്ന് കൂടെ ഉയർത്തുവാൻ തക്കവണ്ണം അവിടെയുള്ളതിൽ കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നതാ. ദൈവമേ കർത്താവേ, ഏതെങ്കിലും പാറ്റൽ വന്നിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ എൻ്റെ കർത്താവിന് കൊണ്ടൊന്ന് വചനമായി കർത്താവിന് തെളിവെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാകാ. ലോകത്തിന്മേലെ പാടുപെടുന്നവരെ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതാകാ. ആ രക്തം കൊണ്ട് മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിടെ ഇറങ്ങി വന്നത് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. അപേക്ഷിക്കാത്ത ദൈവത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവേ. ദൈവമേ, അവരുടെ വിവാഹത്തിനായി ആഗ്രഹിക്കുന്ന മക്കളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാകാ. ദൈവമേ, അവരവർക്ക് തക്കതായതുള്ള കൊടുത്ത് ദൈവോട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ തടസ്സങ്ങളും മാറ്റി കർത്താവിന് അനുകൂലമായി കൂടെ വിടിവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നതാ. ദൂരത്തിൽ ചാറ്റ് മാറ്റുന്ന മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിൻ്റെ വചനം ഓരോരുത്തരിലേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരവരായിരിക്കുന്ന സ്ഥാനത്തേക്ക് വചനം ഇറങ്ങിച്ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, മോശാനെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം നടത്തുന്നതിനായി സ്തോത്രം നാഥ. ബലത്തിന്മേൽ ബലം പകരുവാൻ, അശക്തി പകരുവാൻ തക്കോളം കർത്താവ് കൂടെ ഇരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. വചനം കൊടുത്തത് കേൾക്കുന്ന മക്കളും പറയുന്ന മകനോടുത്തേത് കർത്താവ് ഞങ്ങളെ ഒരുപോലെ നിറച്ചയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ആ വചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കായി സ്തോത്രം. ദൂരത്തിന്മേൽ വചനം നിർമ്മിച്ചത് പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നപ്പോ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അവിശ്വാസനും നായകനും പൂർത്തി വരുന്നവരുമായ കർത്താവെ കൂടെയിരിക്കായി സ്തോത്രം ചെയ്യുന്നു. ആന്റിക്കായി മക്കൾക്കായി കുഞ്ഞുമക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ പോക്കിലും വരവിലും എല്ലാം ഉൾപ്പെടെയാൾ പിൻപെടയാളുടെ കൂടെ ഉണ്ട് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വരാൻ സാധിക്കാതെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കരുതുന്ന ദൈവമായി, പരിപാലിക്കുന്ന ദൈവമായി, രക്ഷിക്കുന്ന ദൈവമായി അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. പ്രാർത്ഥന കണ്ടനായി സ്തോത്ര സർവമാനമകത്വനെ കർത്താവിന്റെ പ്രാർത്ഥനയായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവാനുസരിച്ച് കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. ഈ കോട്ടയും കാവലുമായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പാഠപുസ്തകത്തിലെ 156 പാട്ട്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു. തൻ്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തൻ്റെ വേലയെ തികച്ച് നാം ഒരുങ്ങിയിടുക. കാലമേറെയില്ലല്ലോ, കാഹളം നാം കേൾക്കാറായി, കാന്തൻ വരാറായി, നാമും പോകാറായി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തൻ്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തൻ്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിയിടുക. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തൻ്റെ പ്രിയ ജനമേ
യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ, ഇനി തോൽവില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ, ഇനി തോൽവില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാന്തന്മാരാറാം നാമും പോകാറായി, കാന്തന്മാരാറാം നാമും പോകാറായി. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടും, രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്കവകാശമേ. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടും, രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാന്തന്മാരാറാം നാമും പോകാറായി, കാന്തന്മാരാറാം നാമും പോകാറായി. ശാപങ്ങൾ പകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ശാപങ്ങൾ പകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാന്തന്മാരാറാം നാമും പോകാറായി, കാന്തന്മാരാറാം നാമും പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം തന്റെ പ്രിയജനമേ ഉണർന്നിടുക. തന്റെ വേലയ്ക്ക് തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം തന്റെ പ്രിയജനമേ ഉണർന്നിടുക. തന്റെ വേലയ്ക്ക് തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാന്തന്മാരാറാം നാമും പോകാറായി, കാന്തന്മാരാറാം നാമും പോകാറായി, കാന്തന്മാരാറാം നാമും പോകാറായി, കാന്തന്മാരാറാം നാമും പോകാറായി, കാന്തന്മാരാറാം നാമും പോകാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തം ജയം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം യാവേ, മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ, നന്ദി, നന്ദി, നന്ദി. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം കടന്നു വന്ന് വചനത്തിൻ്റെ വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ നമ്മുടെ ആലമ്പള്ളിയിലെ സന്തോഷിൻ്റെ ഭാര്യ ജെസ്സിയുടെ അനിയത്തിയുടെ മോൾ അബിയ 7ലാണ് പഠിക്കുന്നല്ലേ, 8. കഴിഞ്ഞ ദിവസം പട്ടി മാന്തിയിരുന്നു, ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർക്കൊരു പനിയും ഒരു ശ്വാസം മുട്ടലും ഉണ്ടെന്ന് അറിയാനിടയായി. നമ്മൾ ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുക. നമുക്ക് സഭശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാം. ചിലപ്പം പേടിയായിരിക്കാം. എന്നാലും സകല രോഗങ്ങൾ സൗഖ്യമാക്കുന്ന കർത്താവ് പൈതലിനെ
അബിയ എന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ജോർജേട്ടൻ്റെ മകൻ്റെ മകള് അലോണയ്ക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ്. അവൾ വന്ന് ഇന്ന് കൂട്ടായ്മയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. അവൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അപ്പം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്നത് ഞങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ എന്തൊക്കെയാകുന്നു എല്ലാം അങ്ങ് അറിയുന്നല്ലോ ദൈവമേ. അപ്പം അങ്ങേക്ക് അറിയാത്തതായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ അപ്പ. അവിടുത്തെ ഞങ്ങളുടെ അപ്പനാകുന്നല്ലോ അപ്പ. ഈ സമയത്ത് കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലെ ഈ വിചാരങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിലും എല്ലാം ആയിരിക്കുന്നു കർത്താവ്. ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണമാകുന്നു ദൈവമേ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്. ആ ഭക്ഷണം കർത്താവെ അവിടുത്തെ വചനമാകുന്നല്ലോ അപ്പ. അവിടുന്ന് ദൈവമേ ഈ ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചത്, ഈ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചത് അവിടുത്തെ വചനത്തിൽ കൂടെയാണല്ലോ അപ്പ. ഏറ്റവും വലിയ ശക്തി അവിടുത്തെ വചനമാകുന്നല്ലോ അപ്പ. ഞങ്ങൾക്ക് കർത്താവെ ഒന്നും കർത്താവെ യോഗ്യതയുമില്ല, എങ്കിലും ദൈവമേ അവിടുത്തെ വചനത്തിന്റെ ശക്തി ഞങ്ങൾക്കായിട്ട് കർത്താവെ വെച്ചിരിക്കുന്നല്ലോ അപ്പ. ഞങ്ങൾക്ക് ദൈവമേ അത് ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് കർത്താവെ എടുക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നല്ലോ അപ്പ. അവിടുന്ന് ദൈവമേ അവിടുത്തെ സ്നേഹത്തിൽ കർത്താവെ ഞങ്ങളെ കർത്താവെ വിളിച്ചിരിക്കാൻ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആ വചനം ഞങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കാൻ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അപ്പ. അനേകർ ദൈവമേ ഈ വചനത്തിന് ആക്സസ് ഇല്ലാതെ കർത്താവെ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ എല്ലാ വീട്ടിലും 2-3 ബൈബിൾ ദൈവമേ ഇരിക്കുന്നപ്പ. എങ്കിലും കർത്താവെ ഞങ്ങളത് കർത്താവെ വേണ്ടും വണ്ണം ദൈവമേ കണ്ടെത്താവുന്ന കാലത്ത് അങ്ങനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവമേ വേണ്ടും വണ്ണം ഉപയോഗിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിലും ആഗ്രഹത്തെ തരണേ അപ്പ. ആ വചനം കർത്താവെ ഞങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവമായി മാറണേ അപ്പ. അപ്പ ഈ സമയത്ത് ദൈവമേ ഞങ്ങൾക്ക് വേണ്ടുന്ന വചനം അങ്ങ് പപ്പായെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ. ആ വചനം കർത്താവെ അതിന്റെ ക്രിയ ചെയ്യാതെ അങ്ങയിലേക്ക് മടങ്ങി വരികയില്ലെന്ന് അങ്ങ് തന്നെ പറഞ്ഞിരിക്കുന്നല്ലോ അപ്പ. ദൈവമേ അതിനുവേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു തരുന്നു ദൈവമേ. അപ്പൊ അവിടത്തേക്ക് ഹിതകരമല്ലാത്തത് ഒന്നും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ കാണരുത് അപ്പ. ഒരുക്കപ്പെടാത്ത നിലത്ത് വചനം ദൈവമേ ഫലം തരികയില്ലല്ലോ അപ്പ. ഞങ്ങൾ ഒരുക്കമുള്ള ഹൃദയങ്ങളായി ഞങ്ങളെ മാറ്റണേ അപ്പ. അവിടുന്ന് ദൈവമേ ഞങ്ങൾക്ക് കർത്താവെ 30, 60, 100 മേനിയായി ഫലം കായ്പാൻ തക്കവണ്ണം കർത്താവെ ഒരുക്കമുള്ള വയലുകളായിട്ടപ്പ ഞങ്ങളെ മാറ്റണേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് മാറ്റണേ അപ്പ. ആ ഒരുക്കമുള്ള വയലിലേക്ക് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന വചനം ഞങ്ങൾ സ്വീകരിച്ച് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അത് ഫലം കായ്പാൻ തക്കവണ്ണം കർത്താവെ ഇന്ന് കേട്ടിവിടുന്ന് ഇറങ്ങുമ്പോൾ കർത്താവെ അത് നഷ്ടപ്പെട്ടു പോകുവാനല്ലപ്പ. ദൈവമേ ഒരു സാഹചര്യം വരുമ്പോൾ കർത്താവെ ഇതാണല്ലോ അന്ന് അപ്പൻ എന്നോട് പറഞ്ഞതെന്ന് ഓർത്ത് കർത്താവെ ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് മാറ്റിമറിച്ച് കർത്താവെ ഞങ്ങളുടെ പ്രവൃത്തികളെ മാറ്റിമറിച്ച് അപ്പ ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തി കൊണ്ടുവരണേ അപ്പ. സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ അപ്പ. ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ആ വചനത്തെ തരുവാൻ അങ്ങ് പപ്പായെ ഏൽപ്പിച്ചിരിക്കാൻ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കത് കർത്താവെ സ്വീകരിപ്പാൻ യോഗ്യത തരുന്നതിനായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ദൈവമേ 2 വിഷയങ്ങൾ കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. 2 കുഞ്ഞുങ്ങളാവുന്നല്ലോ ദൈവമേ. അവിടുന്ന് കർത്താവെ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിട്ട് പറഞ്ഞിരിക്കുന്നല്ലോ അപ്പ. അവിടുന്ന് ദൈവമേ നല്ല അപ്പനാകുന്നല്ലോ അപ്പ. ദൈവമേ ഞങ്ങൾ പറയുന്നതിന് മുന്നേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന അപ്പനാകുന്നല്ലോ അപ്പ. 2 കുഞ്ഞുങ്ങളെ അവിടുത്തെ കാൽ കീഴിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ ആവശ്യങ്ങളായിരിക്കുന്നപ്പ അങ്ങ് അറിയുന്നപ്പ. ഞങ്ങളൊന്നും പറയണ്ട, എന്നാലും ദൈവമേ അപ്പ അവിടുത്തെ സന്നിധിയിൽ വന്ന് ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഒരുമനപ്പെട്ട് ഏൽപ്പിച്ച് തരിക അപ്പ. ദൈവമേ 2 പേരിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അങ്ങ് ഉണ്ടല്ലോ അപ്പ. ഞങ്ങൾ വിശ്വസിക്കുന്നു നാഥ 2 കുഞ്ഞുങ്ങളെ കർത്താവെ അങ്ങ് സൗഖ്യദായകനാവുന്നല്ലോ ദൈവമേ. യു ആർ ദ വിസ്ഡം പ്രൊവൈഡർ കർത്താവെ. ആ കുഞ്ഞിന് വേണ്ടി കർത്താവെ ആ കുഞ്ഞിന് വേണ്ടി വിസ്ഡം അവിടുന്ന് കൊടുത്ത് കർത്താവെ പരീക്ഷാ സമയത്ത് അവിടുന്ന് ദൈവമേ കൂടെ ഇരിക്കണേ കർത്താവെ. എൻ്റെ ദൈവത്താൽ എനിക്കെല്ലാം നല്ലതായി ഭവിച്ചെന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ദൈവമേ ആ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ദൈവമേ സൗഖ്യദായകൻ അങ്ങാവുന്നല്ലോ അപ്പ. ഒരു രോഗവും അങ്ങേക്ക് കർത്താവെ അങ്ങേക്ക് താങ്ങാവുന്നതിനപ്പുറം അല്ലല്ലോ അപ്പ. അങ്ങേക്ക് സൗഖ്യമാക്കാവുന്നതിനപ്പുറം അല്ലല്ലോ അപ്പ. ദൈവമേ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കുഞ്ഞിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അപ്പ പിതാവെ അവിടുത്തെ കരം തൊട്ട് കർത്താവെ ആ കുഞ്ഞിനെ സൗഖ്യമാക്കണേ അപ്പ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവെ സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ കർത്താവെ അവിടുന്ന് ദൈവമേ when praises go up blessings come down
ചെയ്യാവുന്ന വചനം പറയുന്നല്ലോ അപ്പ. ദൈവമേ അവിടുത്തെ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് കർത്താവെ, സൗഖ്യമാക്കി കർത്താവെ, ആ കുടുംബത്തെ സന്തോഷത്തോടെ കർത്താവെ, ഞങ്ങളുടെ ദൈവത്താൽ കർത്താവെ, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയത് കർത്താവെ, ആ കുഞ്ഞ് പറയുവാൻ തക്കോണം ദൈവമേ അവിടുന്ന് ഇടയാക്കണേ, ഞങ്ങളത് കേൾപ്പിക്കണേ അപ്പാ. ദൈവം ഞങ്ങൾക്കത് ഒന്നുകൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം, ആ കുടുംബത്തിൻ്റെ വിശ്വാസം, ആ കുഞ്ഞിൻ്റെ വിശ്വാസം, ഞങ്ങളുടെ എല്ലാ വിശ്വാസം അതുകൊണ്ട് കൂടുമല്ലോ അപ്പാ. ദൈവം ഞങ്ങൾ കൂടുതൽ അങ്ങിലേക്ക് അടുക്കുമല്ലോ അപ്പാ. ഞങ്ങൾക്ക് ഒരു പ്രവൃത്തി കാണിച്ചു തരണേ. കുഞ്ഞിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെ കാര്യങ്ങളും ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന അപ്പാ, കൃപയോടെ കേട്ടതിനായിട്ട് സ്തോത്രം. കർത്താവ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ കേട്ട് അബിയായിക്ക് പൂർണ്ണ സൗഖ്യം, ശ്വാസം മുട്ടലെല്ലാം മാറ്റിക്കൊടുത്തതിനാൽ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നല്ലവൻ, യേശു വല്ലവൻ, യേശു ദയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, യേശു വല്ലവൻ, യേശു ദയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ സ്തുതിച്ചിടുക യേശുവിൻ നാമം. പെരുവെള്ളത്തിൽ സ്തുതിച്ചിടുക യേശുവിൻ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നെ യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നെ യേശുവിനെ. ആമേൻ. മഹത്വവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നെ യേശുവിനെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തു യേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യേശു ക്രിസ്തു എനിക്ക് ആരല്ല. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 36-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 36. ആകയാൽ നിങ്ങൾ ക്രൂശിച്ചായി യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗ്രഹമെല്ലാം നിശ്ചയമേ അറിഞ്ഞുകൊള്ളട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയുടെ പാദപീഠത്തിൽ കർത്താവെ ഞങ്ങൾ 1 മണിക്കൂർ സമയം കൂടി ഇരിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് മറിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ മർമ്മങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തി ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകൾ എഴുതി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനായി കേൾക്കുന്ന ദൈവമക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ കുറവുകൾ ഓർക്കരുത്. കാൽവരിക്കുരിശിൽ അടിയനെ മറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 36-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമായി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമെല്ലാം നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് എല്ലാവരും നിശ്ചയമായും അറിയണം. ഈ അറിവ് ക്രിസ്തുമത ഭക്തനായിരുന്ന എനിക്കില്ലായിരുന്നു. അപ്പം കർത്താവും ക്രിസ്തുവുമാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ റോമർ 6:14 പറയുന്നുണ്ട്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല യേശു ക്രിസ്തുവിൻ്റെ കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അതായത് യേശുവിനെ പലരും ഇതുവരെയും കർത്താവുമാക്കിയിട്ടില്ല, ക്രിസ്തുവുമാക്കിയിട്ടില്ല. ഇന്നും അനേകം ആളുകൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാന അനുഭവിക്കുന്നുണ്ട്, എങ്കിലും പാപത്തിലാണ് ജീവിക്കുന്നത്. 1 യോഹന്നാൻ 3:8 പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ. പിതാക്കന്മാർ പാടി, എൻ പാപത്തിൽ ഞാൻ ചാകാൻ ഇടയാകരുതയ്യോ. അപ്പോൾ ഒന്നാമതായി യേശു ക്രിസ്തു എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവും ക്രിസ്തുവുമാണ്. 38-ാമത്തെ വയസ്സിലാണ് യേശുവിനെ ഞാൻ എൻ്റെ സ്വന്തം കർത്താവും എൻ്റെ ക്രിസ്തുവുമാക്കി മാറ്റിയത്. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 ദൈവമക്കൾക്കറിയാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ
നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുവാനുള്ള ഉയരത്തിലെ ശക്തി ലഭിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അന്ന് മുതലാണ് യേശു ക്രിസ്തുവിനെ ഞാൻ സാക്ഷിക്കുവാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ യേശു എനിക്കാരെല്ലാം എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ സാക്ഷിക്കാൻ പോവുകയാണ്. നമ്മൾ അനേക വർഷങ്ങൾ തുടർമാനമായി ക്രിസ്തുവിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം രണ്ടാമതായി യേശു എനിക്ക് ആരാണ്? യേശു ക്രിസ്തു എന്നിലുള്ള പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുന്നവനാണ്. 1 യോഹന്നാൻ 3:8 തന്നെ അത് പറയുന്നുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്നും നമ്മളിലെല്ലാം പിശാചിൻ്റെ പ്രവൃത്തികളുണ്ട്. പാപമാണ് പിശാചിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. പകയും പിണക്കവും ജാരശങ്കയും ക്രോധവും ശാഠ്യവും ദ്വന്ദ്വപക്ഷവും ഭിന്നതയും അസൂയയും എല്ലാം പാപമാണ്. ഇതെല്ലാം നമ്മളിൽ പിശാചിൻ്റെ പ്രവൃത്തികളാണ്. അപ്പം നമ്മളിലുള്ള പിശാചിൻ്റെ പ്രവൃത്തികളെ അടിച്ചു തരുന്നവൻ ഒരുവൻ മാത്രമാണ്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നിൽ മദ്യപാനമുണ്ടായിരുന്നു, പുകവലി ഉണ്ടായിരുന്നു, ദ്രവ്യാഗ്രഹമുണ്ടായിരുന്നു, കോപമുണ്ടായിരുന്നു എന്ന് വേണ്ട എല്ലാ അഴുക്കു സ്വഭാവങ്ങളും ഉള്ളവനായിരുന്നു. ഞായറാഴ്ച കുർബാനയിൽ അവിടെ ഇങ്ങനെ ചൊല്ലിത്തരും, ഇതിനാൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ മാഞ്ഞു പോകണം, ഇല്ലാതാകണം എന്നൊക്കെ ചൊല്ലിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരു ദുർവികാരവും 38 വയസ്സ് വരെ പോയിട്ടില്ല. അത് മേൽക്കുമേൽ വർദ്ധിച്ചു വന്നിട്ടേ ഉള്ളൂ. പാപം കൂടിക്കൂടി വന്നിട്ടേ ഉള്ളൂ. ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, യേശുവേ, നീ എന്നിലുള്ള പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ചു തരണം. മൂന്നാമതായി, യേശു എനിക്ക് രക്ഷകനാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. യേശു എന്താണ് ചെയ്യുന്നത്? യേശു പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. അങ്ങനെ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളിൽ നിന്ന് യേശു നമ്മളെ രക്ഷിക്കാൻ തുടങ്ങുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനായി മാറുകയാണ്. 1 പത്രോസ് 2:24 പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിൽ കയറി മരിച്ചു. ഇപ്പം യേശു എന്തിനാണ് ക്രൂശിൽ കയറി മരിച്ചത്? പത്രോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് എഴുതും, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനാണ്. എന്നാൽ ഇന്നും ക്രിസ്തു മതത്തിലായിരിക്കുന്ന നല്ല ശതമാനം ആൾക്കാരും പാപം സംബന്ധിച്ച് ഒന്നും തന്നെ മരിക്കുന്നില്ല. ഇപ്പം വലിയ നോയമ്പ് വരികയാണ്. 50 ദിവസം 1-2 പാപങ്ങളെ മരവിപ്പിക്കും. മദ്യപാനമാകുന്ന പാപം മരവിപ്പിക്കും, അതിനെ ഫ്രീസ് ചെയ്ത് വെക്കും. 50 നോയമ്പ് കഴിയുമ്പോൾ ആ പാപം വീണ്ടും പൂർവാധികം ഭംഗിയായി ആ വ്യക്തിയിലേക്ക് തന്നെ മടങ്ങി വരും. നമുക്കറിയാം, കായിനോട് കർത്താവ് പറയുന്ന വാക്യമൊക്കെ നമുക്കറിയാം. കായിനെ, നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ പാപം ചെയ്യുന്നുവെങ്കിൽ നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദം ഉണ്ടാകുകയില്ലോ. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, നീയോ അതിനെ കീഴടക്കണം. അപ്പം യേശുക്രിസ്തു എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നവനാണ്. യേശുവിനെ വിളിച്ച്, കർത്താവേ, എൻ്റെ ഇന്ന പാപങ്ങളൊക്കെയും അതിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം പാപത്തിൻ്റെ രക്ഷകനായി യേശുക്രിസ്തു മാറുകയാണ്. ഇനിയും 4-മതായി, യേശുക്രിസ്തു എനിക്ക് വീണ്ടെടുപ്പുകാരനായി. 1 പത്രോസ് 1:18 പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വിലയേറിയ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിനാലാണ്. അപ്പം എന്താണ് യേശു നമ്മളെ വീണ്ടെടുത്തത്? വ്യർത്ഥ പിതൃപാരമ്പര്യ നടപ്പിൽ നിന്ന്. അതും പറയുമ്പോൾ എനിക്ക് വളരെ സങ്കടമാണ്. ഇന്നും വ്യർത്ഥ പിതൃപാരമ്പര്യ നടപ്പ്, യൂസ്ലെസ് നടപ്പ്, അതായത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് പറഞ്ഞുള്ള നടപ്പ്
പത്രോസ് വ്യക്തമായിട്ട് പറയാണ്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടത്തം. അപ്പം നമുക്ക് പ്രബോധനമൊക്കെ കിട്ടും. നമ്മുടെ അപ്പന്മാരെ മറക്കരുത്, അപ്പന്മാരോട് സ്നേഹമുള്ളവനായിരിക്കണം, അതുകൊണ്ട് അതെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷെങ്കിൽ അപ്പസ്തലൻ പറയുകയാണ്, നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ്. എന്നിവിടെ പാടിയില്ലേ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ ജനത്തെക്കുറിച്ചാണ്. അപ്പം 49-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, എന്നാൽ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ ആർക്കും കഴിയുകയില്ല. അതായത് ഇന്ന് അനേകം ആളുകൾ ഇന്ന് കടന്നു വന്നപ്പോൾ സാറ് പറഞ്ഞു, സകല മരിച്ചുപോയവരുടെയും ഓർമ്മയാണ്. നല്ലതാണ്, ഓർമ്മയൊക്കെ നല്ലതാണ്, ഒരു കുഴപ്പവുമില്ല. പാപത്തിൽ മരിച്ച ഒരു വ്യക്തിയെ അതിനുശേഷം എന്തെല്ലാം ചെയ്താലും സ്വർഗത്തിൽ പോകുമോ? എനിക്ക് വചനം പഠിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവനവൻ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിനൊക്കെ അനുസരിച്ചാണ് ശിക്ഷാവിധിയെന്ന്. അപ്പം പാപത്തിൽ ചാകാതിരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന നാളിൽ പാപത്തിൽ നിന്ന് എന്ത് ചെയ്യണം? വീണ്ടെടുക്കപ്പെടണം. യേശുവിൻ്റെ രക്തത്തിനാൽ വീണ്ടെടുക്കപ്പെടണം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവിടെ പാട്ടുകാരൻ അവിടെ ഇങ്ങനെ വചനം പറയുന്നു. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, നിൻ തിരുമേൽ നീ അറുക്കപ്പെട്ടു, നിൻ തിരുമേൽ നീ അറുക്കപ്പെട്ടു, നിൻ ഭാഗ്യങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവ്വവും ചേർത്തുകൊണ്ട് ഗോത്രങ്ങൾ അവിടെ എഴുതിയിരിക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ ആ ശരീരം അറുക്കപ്പെട്ട് രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ ലോകത്തിലുള്ള മുഴുവൻ ഭാഷക്കാരെയും ഗോത്രക്കാരെയും ജാതികളെയും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ ഇനി നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല, ദൈവത്തിനുള്ളവരാണ്. അപ്പൊ യേശു എനിക്ക് കർത്താവും ക്രിസ്തു, യേശു എനിക്ക് എന്നിലുള്ള പിശാചിൻ്റെ പ്രവൃത്തികളെ അടിക്കുന്നവൻ, യേശു എനിക്ക് എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന രക്ഷകൻ, യേശു എനിക്ക് തിരുരക്തത്താൽ വ്യർത്ഥപിതൃ പാരമ്പര്യത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവൻ അല്ലെ വീണ്ടെടുത്തവൻ. ഇനിയും 5-ാമതായി യേശു എനിക്ക് പാപം മോചിക്കുന്നവൻ, എൻ്റെ പാപമോചകൻ. മർക്കോസ് 2:10 പറയുന്നുണ്ട്, ഭൂമിയിൽ മനുഷ്യരുടെ പാപങ്ങളെ മോചിക്കുവാൻ യേശുക്രിസ്തുവിന് അധികാരമുണ്ടെന്ന് നിങ്ങളറിയണം. എല്ലാ ഞായറാഴ്ചയും അല്ല മിക്കവാറും ഞായറാഴ്ചകളിലും ഓർത്തഡോക്സ് യാക്കോബായ ജ്ഞാന പള്ളികളിൽ പാടാറുള്ള ഒരു പാട്ടുണ്ട്, യേശു പിതൃസുതനേ ഞങ്ങളെ കാക്കണമേ, യേശു മറിയ സുതാ ഞങ്ങളെ തുണയ്ക്കണമേ, യേശു ബലപ്പെടുത്തി യേശു സൂക്ഷിക്ക, യേശു ദോഷിയെ ഞങ്ങളിൽ നിന്നകറ്റണമേ, യേശു ആകൃത്യാവും യേശു അകൃത്യവും പാപവും മോചിക്കാം. അപ്പോൾ ആ പാട്ടിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്, യേശുവാണ് അകൃത്യം മോചിക്കുന്നവൻ, യേശുവാണ് പാപം മോചിക്കുന്നവൻ. എന്നാൽ യേശു പാപം മോചിക്കണമെങ്കിൽ നമുക്കറിയാം, 1 യോഹന്നാൻ 1-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ
യേശു സകല പാപവും നമ്മളോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 26 വർഷങ്ങളായി യേശു ക്രിസ്തുവിനോട് മാത്രം കുമ്പസാരിക്കുകയും എല്ലാ ദിവസവും യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുകയാണ്. ഇനിയും 6ാമതായി യേശു എന്നെ വചനത്തോടുകൂടെ ജലസ്നാനവും പരിശുദ്ധാത്മ സ്നാനവും നടത്തുന്നവൻ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം. യേശു അവരെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാത്ത സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പൗരസഭസ്ഥലം പറയാണ്, യേശു ക്രിസ്തു അവളെ, അതായത് മണവാട്ടിയാകുന്ന, ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം അവളുമാരെന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാം ഏക മണവാളൻ്റെ മണവാട്ടിയാണ്. അപ്പം യേശു ക്രിസ്തു അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിച്ച് കറ, ചുളുക്കം ഒന്നുമില്ലാതെ തേജസ്സോടെ നമ്മളെ യേശു ക്രിസ്തുവിന് വേണ്ടി മുൻനിർത്തും. അപ്പം ഈ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ആത്മാവിലാണ് യേശു ക്രിസ്തു വചനത്തോടുകൂടെ ജലസ്നാനം നടത്തുന്നത്. അതുകൂടാതെ മത്തായി 3:11 പറയുന്നുണ്ട്, യേശു ക്രിസ്തു നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഒരു അപ്പസ്തോലിക സഭകളിലോ അല്ലെങ്കിൽ നവീകരണ സഭകളിലോ യേശു ക്രിസ്തു നടത്തുന്ന സ്നാനത്തെ ഹൈലൈറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. യോഹന്നാൻ സ്നാപകനെ വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തു നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിക്കും. എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു ഈ 3 സ്നാനവും അത് എപ്പം വേണേലും അത് തരും. എപ്പോൾ ചോദിച്ചാലും നമ്മളെന്ത് ചെയ്യും? കർത്താവേ, കുറവ് വന്നു, പാപം വന്നു, വചനത്തോടുകൂടെ ജലസ്നാനത്താൽ എന്നെ വെടിപ്പാക്കി യേശു കർത്താവേ, നീ ഇന്ന് നിന്റെ 2ാമത്തെ വരവാണെങ്കിൽ ഞാൻ കൈവിടപ്പെട്ടു പോകാൻ ഇടയാകാതെ വണ്ണം എന്നിലുള്ള കറ, ചുളുക്കം ഇവെല്ലാം മാറ്റി എൻ്റെ തേജസ്സോടുകൂടി മുൻനിർത്തണമേ. വ്യക്തിപരമായി അവനവൻ പ്രാർത്ഥിക്കണം, വചനം ചൊല്ലി പ്രാർത്ഥിക്കണം. ഇന്നും യേശു കർത്താവ് ഇത് കേൾക്കാൻ ഇങ്ങനെ കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ്. എൻ്റെ കർത്താവെ, ഇനെ എന്ത് ചെയ്യണം? വചനത്തോടുകൂടെ ജലസ്നാനവും തരണം, പരിശുദ്ധാത്മാവിലും തീരുമുള്ള സ്നാനം തരണം. 7ാമതായിട്ട് യേശു എൻ്റെ രാജാവ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ വാക്യം. ലൂക്കോസ് 19:27. എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവൻ എന്ന് യേശുക്രിസ്തു പറയുകയാണ്, യേശുക്രിസ്തു രാജാവായിരിക്കുന്നത് സമ്മതമല്ലാത്തവരെ എല്ലാം കൊന്നുകളവൻ. ഇപ്പോഴല്ല കേട്ടോ, ആ ഒരു കാലം. ഇന്നും അനേകരുടെ ജീവിതത്തിൽ യേശുക്രിസ്തു രാജാവാണോ? ഇന്ന് അനേകർക്കും ലോകത്തിലുള്ള പലരുമാണ് അവരുടെ രാജാവ്. രാജാവാണ് കൽപ്പന അയക്കുന്നത്. അപ്പം ഇന്ന് ലോകത്തിലുള്ള മനുഷ്യരാകുന്ന രാജാക്കന്മാരുടെ കൽപ്പന അനേകർ അനുസരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 17:30 പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. അപ്പൊ യേശു ക്രിസ്തു എൻ്റെ രാജാവാണോ? എഴുന്നള്ളുന്നേശു രാജാവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ.
പാടിയതുപോലെ നമുക്ക് പാടാൻ. കർത്താവേ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ ഞാനും നിങ്ങളും ഹൃദയത്തിന്റെ വാതിൽ തുറന്നെങ്കിൽ മാത്രമേ യേശു നമ്മുടെ ഹൃദയത്തിൽ രാജാവായി കടന്നു വരത്തുള്ളൂ. സങ്കീർത്തനങ്ങൾ 24:7 അവിടെ വിളിച്ചു പറയുന്നു, വായിക്കാം. സങ്കീർത്തനങ്ങൾ 24:7. സങ്കീർത്തനങ്ങൾ 24:7. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഓ, യേശുക്രിസ്തു മനുഷ്യനെ ജനിക്കുന്ന 1000 സംവത്സരങ്ങൾക്ക് മുന്നേ സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചിരിക്കുകയാണ്. വാതിലുകളെ നിങ്ങൾ കഥകളെ തുറക്ക്, ആ മഹത്വത്തിന്റെ രാജ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ 38 വയസ്സ് വരെ ഞാൻ വാതില് യേശുവിന് വേണ്ടി അടച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 26 വർഷമായി എൻ്റെ വീട്ടിലെല്ലാവരുടെ ഹൃദയത്തിൻ്റെ വാതിൽ യേശുവിന് വേണ്ടി തുറന്നിരിക്കുകയാണ്. യേശു ഞങ്ങളുടെ രാജാവാണ്, യേശു ഞങ്ങളുടെ കർത്താവാണ്, ഞങ്ങളുടെ ഭവനവും യേശുവിന് വേണ്ടി തുറന്നിരിക്കുകയാണ്. ഇവിടെ വെച്ച് ഞാനും നിങ്ങളും തുറക്കണം. യേശു നമ്മുടെ രാജാവാക്കണം. അല്ലെങ്കിൽ വരുന്ന ദുരന്തം എന്താണ്? ഭൂമിയിലായിരുന്ന ധനവാൻ എന്തുകൊണ്ട് യാതന സ്ഥലത്ത് പോയെന്നുള്ളതിൻ്റെ ഉത്തരവാണ്. യേശു രാജാവായിരിക്കുന്നത് ഇഷ്ടമില്ലാത്തവരെ എല്ലാം കൊന്നുകളയാന്ന് പറഞ്ഞാൽ ദേഹിയം കൊന്ന് നരകത്തിൽ തള്ളുന്നവനെ ഭയപ്പെടവേ. ഇന്നാർക്കും ഒരു ഭയവും ഇല്ല. കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് 50 നോയമ്പ് കെടുത്താൽ സ്വർഗത്തിൽ പോകാവുന്ന. എന്നാൽ പോകത്തില്ലെന്നുള്ളത് വ്യക്തമായിട്ട് വചനത്തിൽ പറയുകയാണ്. ഞാൻ ഇന്ന് 36 കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുന്നു. പെട്ടെന്ന് ഞാൻ പറയും. ഇന്നിപ്പം യേശു എനിക്ക് കർത്താവും ക്രിസ്തുവും, യേശു എന്നിലുള്ള പിശാചിന്റെ പ്രവൃത്തികൾ അഴിക്കുന്നവൻ, യേശു എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ വീണ്ടെടുപ്പുകാരൻ, യേശു എനിക്ക് പാപമോചകൻ, യേശു എന്നെ പരിശുദ്ധാത്മാവിലും തീയിലും വചനത്തിലൂടെ ജലസ്നാനം നടത്തുന്നവൻ, യേശു എൻ്റെ രാജാവ്. ഇനി അടുത്തത് യേശു എൻ്റെ നായകൻ. മത്തായി 23:10. മത്തായിയുടെ സുവിശേഷം 23-10. നിങ്ങൾ നായകന്മാരെന്ന് പേര് വിളിക്കരുത്. ഒരുവൻ മാത്രം നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. നായകൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ലീഡർ എന്നാണ്, അല്ലേ? രാഷ്ട്രീയക്കാർക്ക് ലീഡറുണ്ട്, അവരുടെ നേതാവ് അല്ലേ? എന്നാൽ സമുദായത്തിനുണ്ട് നേതാവുമുണ്ട്, ലീഡറുമുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ നായകൻ ആരാണ്? നായകനവൻ നമുക്ക് മുൻപിലായി നൽവഴികളെ നിരത്തിടുന്നവേ. നായകനവൻ നമുക്ക് മുൻപിലായി നൽവഴികളെ നിരത്തിടുന്നവേ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ. നാടകം ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ. നാടകം ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ നായകൻ. എബ്രായലേഖനം 12:1-2 നിങ്ങൾക്കറിയാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം നോക്കും. ഇനി 9ാമത്, യേശുവിൻ്റെ നല്ല ഇടയൻ. യോഹന്നാന്റെ സുവിശേഷം 10-14 വരെ. യോഹന്നാന്റെ സുവിശേഷം 10-14 വരെ. ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. എന്തൊക്കെയാണ് യേശു കർത്താവ് പറഞ്ഞത്? ഞാൻ നല്ല ഇടയൻ, ആടുകൾക്ക് കൊണ്ട് തൻ്റെ ജീവനെ കൊടുക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ. അത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ നല്ല ഇടയിൽ ഇന്നിവിടെ എഴുന്നള്ളി വന്നിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അതിന്റെ 11-12 വാക്യങ്ങളൊന്നും വായിക്കാമോ? ഞാൻ നല്ല ഇടയനാവുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാതെ
കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. കണ്ടോ, യേശു കർത്താവ് വിളിച്ചു പറയാണ്, ഞാൻ നല്ല ഇടയനാണ്, എന്നാൽ ആ ഇടയനും ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ. അപ്പൊ ഈ ചെന്നായി എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ ആടുകളുമായിട്ടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു പറയാം, ചെന്നായി വന്നാൽ ആടിനെ പിടിക്കുകയും ചിഹ്നിച്ച് കളയുകയും ഇല്ലാതാക്കുകയാണ്. അപ്പം ആത്മീയത്തിൽ കൂലിക്കാരനുണ്ട്. കൂലിക്കാരന് കുറെ ആത്മീയ കാര്യങ്ങളൊക്കെ ശമ്പളം മേടിച്ചുകൊണ്ടൊക്കെ ചെയ്യും. അവർക്കാർക്കും ഒരു ആടിനെ കുറിച്ച് എന്തില്ല, വിചാരമില്ല. എന്നാൽ ഒരു ആട് പോലും ഇല്ല. നമുക്കറിയാം, 100 ആടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ 99 മാറ്റി നിർത്തിയിട്ട് ഓടിച്ചെന്ന് നഷ്ടപ്പെട്ടു പോയതിനെ തെരഞ്ഞ് കണ്ടെത്തി തോളിലേറ്റി കൊണ്ടുവന്ന ഒരു കർത്താവാണ്. 119 സങ്കീർത്തനം അവസാന വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ കാണാതെ പോയ ആടുപോലെ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ. ഇന്നും യേശു കർത്താവ് അല്ലേ സക്കായിയെ നോക്കി പറഞ്ഞില്ലേ, ഇവൻ കാണാതെ പോയിരുന്നു അല്ലേ. അപ്പോൾ മുടിയപുത്രനെ കുറിച്ചും പറയുന്നില്ലേ, ഇവൻ കാണാതെ പോയിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളുമൊക്കെ ഒരു കാലത്ത് യേശു ക്രിസ്തുവാകുന്ന നല്ല ഇടയൻ്റെ നഷ്ടപ്പെട്ടു പോയ ആടുകളായിരുന്നു. ഇന്ന് നമുക്ക് യേശു കർത്താവ് നമ്മളെക്കുറിച്ച് സന്തോഷമാണ്. ഇനിയും 10-ാമതായിട്ട് യേശു ക്രിസ്തു എൻ്റെ വെളിച്ചം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തു വെളിച്ചമാണ്. അവിടെ പറയാണ് ആരെയും പ്രകാശിപ്പിക്കുന്ന സത്യം. ചില ആൾക്കാരൊക്കെ പറയത്തില്ലേ, ഒരിക്കല് ഞങ്ങളുടെ പള്ളിയിൽ വന്ന ഒരു വികാരിയച്ഛൻ, അതാന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞായിരുന്നു, ഭയങ്കര മദ്യപാനി. അപ്പോൾ ബന്ധിക്കോസി പോയാലും കുഴപ്പമില്ല, മദ്യപാനം മാറുമല്ലോ എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ചിന്തിക്കായിരുന്നു, ഇവിടെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് യേശു ക്രിസ്തു. ഞങ്ങളുടെ പള്ളിയിൽ പാടാറുമുണ്ട്, ഞാൻ സത്യപ്രഭയെന്നുടയോൻ തൻ അന്തേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോരെ ഇരുൾ പിടികൂടാമശികാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാം സ്ലീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽസ്മൃതി എങ്ങും കൊണ്ടാടിയിടുന്ന ദിഘോഷം തൽപ്രാർത്ഥന നമ്മൾക്ക്. അപ്പം ഞാൻ സത്യപ്രഭയാണ്, എൻ്റെ കൂടെ നടന്നാൽ ഇരുൾ പിടികൊടുത്തില്ല. യോഹന്നാൻ 3:19 പറയുന്നുണ്ട്, അനേകം ആളുകൾക്ക് എന്തുകൊണ്ടാണ് യേശു എന്ന സത്യവെളിച്ച മൂലം പ്രകാശിപ്പിക്കുവാൻ ഇഷ്ടമില്ലാത്തത്? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. യേശു ക്രിസ്തുവാകുന്ന സത്യവെളിച്ചത്തിന്റെ മുന്നിലേക്ക് എന്താണ് ആളുകൾ വരാത്തത്? അവർക്ക് വെളിച്ചത്തെക്കാൾ ഇരുളിനെയാണ് പ്രിയം. ഞാൻ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഇത്ര പ്രയാസങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെയൊക്കെ സമുദായങ്ങളിൽ എത്രയോ ആളുകളാണ് ഇരുളിനെ സ്നേഹിച്ചിരിക്കുന്നത്. അവർ വെളിച്ചത്തിലേക്ക് വരത്തില്ല. കാരണം അവരെ യേശു ക്രിസ്തു പ്രകാശിപ്പിക്കാൻ അവരവിടെ നമ്മൾ കണ്ടില്ലേ, സ്വന്തക്കാരായവരോ യേശുവിനെ കൈക്കൊണ്ടില്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തുമതത്തിലായിരിക്കുന്നവർ, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, കുർബാന അനുഭവിക്കുന്നവർ അനേകരും യേശുവിനെ കൈക്കൊള്ളുന്നില്ല. യേശുവിനെ കൈക്കൊണ്ടാൽ യേശു അവരെ പ്രകാശിപ്പിക്കും. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു. ഇനി 11-ാമത് യോഹന്നാന്റെ സുവിശേഷം 10:9, യേശു എൻ്റെ വാതിൽ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യം. യേശു കുറിച്ച് പറയാണ്, ഞാൻ വാതിലാകും, എന്നിലൂടെ കടക്കുന്നവൻ അകത്തു വരും, പുറത്തു പോവും, മേച്ചിൽ കണ്ടെത്തും. എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യം നിങ്ങൾക്കറിയാം. കാരണം മേച്ചിലെല്ലാം നഷ്ടപ്പെട്ടു, കടഭാരം വന്ന് വീട് സ്ഥലം ജപ്തിയായപ്പോൾ ഒറ്റ കാര്യമാണ് ചെയ്തത്, യേശു ക്രിസ്തുവാകുന്ന വാതിലിലൂടെ ഒന്ന് കടന്നു. അത്ഭുതം. എന്താ സംഭവിച്ചത്? അകത്ത് വരുന്നു, പുറത്തു പോകുന്നു, മേച്ചിൽ. ഈ നിമിഷം വരെ പട്ടിണിക്കിടാതെ പച്ച മേച്ചിലിൽ മേയുവാനായിട്ട് തരുന്ന വിടുന്ന ഒരു കർത്താവ്. ഇനി 12-ാമത് യേശു എൻ്റെ നല്ല ഗുരു. കഴിഞ്ഞ
ആഴ്ചയിൽ നമ്മൾ 1 മണിക്കൂർ നമ്മൾ പഠിച്ചതാണ്. ലൂക്കോസ് 10:25. ലൂക്കോസ് 10:25. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശമായി തീരുവാൻ. അപ്പം യേശു വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നല്ല ഗുരു എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ യേശു എൻ്റെ നല്ല ഗുരു. യേശുവിനെ ഗുരുവാക്കിയോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ 1 മണിക്കൂർ വിശദമായി പ്രസംഗിച്ചതാണ്. കേട്ട ദൈവമക്കള് കേട്ടില്ലെങ്കിൽ പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. ശ്രദ്ധിച്ചാൽ 1 മണിക്കൂർ ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ഒരു വിരോധവുമില്ല. അതിനകത്ത് ഗലാത്യ 1:11 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരോട് പഠിച്ചിട്ടില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാലാണ് പഠിച്ചത്. മത്തായി 11:29 യേശു തന്നെ പറഞ്ഞു, യേശുവിൻ്റെ തൂക്കുമാറ്റ് യേശുവിനോട് പഠിക്കണം. ലോകത്തിൽ ഒരു മനുഷ്യനോടും പഠിക്കരുത്. യേശു സ്റ്റിൽ എലൈവ്. യേശുവാണ് നല്ല ഗുരു. യേശു നമ്മളെ പഠിപ്പിക്കും. നമ്മളെ കാടിക്കുഴി കൊണ്ട് എടുത്തുമില്ല. നമ്മുടെ ആത്മാവിന് എപ്പോഴും ആശ്വാസം ലഭിക്കും. 13 യേശു ക്രിസ്തു എൻ്റെ തല. എഫേസ്യ ലേഖനം 4:15 വാക്യം. എഫേസ്യ ലേഖനം 4:15 വാക്യം. നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളരണം. 1 കൊരിന്ത്യർ 11:3 പറയുന്നു, ഭാര്യയുടെ തല ഭർത്താവ്, ഭർത്താവിൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. അപ്പം ഭാര്യയുടെ തല ഭർത്താവായിരിക്കണം, ഭർത്താവിൻ്റെ തല ക്രിസ്തുവായിരിക്കണം. ഇന്ന് തലതിരിഞ്ഞ ഏർപ്പാടാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഭവനങ്ങൾ. ഇനി 14 യേശു ക്രിസ്തു എൻ്റെ ന്യായാധിപൻ. യോഹന്നാന്റെ സുവിശേഷം 5:22 മുതൽ 24 വരെ. യോഹന്നാന്റെ സുവിശേഷം 5:22 മുതൽ 24 വരെ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. മനസ്സിലാക്കണം, ന്യായവിധി യേശുക്രിസ്തുവാണ് ന്യായാധിപൻ. ഇനി ഈ ലോകത്തെ മുഴുവനായി യേശുക്രിസ്തു ന്യായം വിധിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ യേശുക്രിസ്തു പറയാണ്, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെ ബഹുമാനിക്കണം. ഇന്ന് അനേകം ആൾക്കാർക്ക് പിതാവിനെ ബഹുമാനമാണ്, ദൈവം എന്ന് പറഞ്ഞാൽ ബഹുമാനമാണ്, തമ്പുരാൻ എന്നൊക്കെ അവർ പറയും, യഹോവ എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു, പലർക്കും പുത്രനെ വലിയ ബഹുമാനമൊന്നുമില്ല. എൻ്റെ അടുത്തൊന്ന് വാക്യം വായിച്ച്, പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. അടുത്ത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ യേശു പറയാണ്, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ച സ്വർഗീയ പിതാവിനെ വിശ്വസിക്കുന്നവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് അനേക ക്രിസ്തുമത ഭക്തരെ യൗവനക്കാർ സൂയിസൈഡ് ചെയ്യുന്നത്? അവരിന്നും മരണത്തിലാണ്, അവര് ജീവങ്കിലേക്ക് കടന്നു വന്നിരിക്കുന്നില്ലെന്നുള്ളതാണ്. ഇനി 15 യേശുവിൻ്റെ മഹാപുരോഹിതൻ. എബ്രായ ലേഖനം 4:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 4:14 മുതൽ 16 വരെ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. യേശു ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട്. ദൈവമക്കൾ വളരെ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. അനേക മഹാപുരോഹിതന്മാർ മരണം വഴിയായി മാറ്റപ്പെട്ട് ഇന്ന് അനേകം ആളുകൾ ഈ മഹാപുരോഹിതന്മാരുടെ കല്ലറയ്ക്കൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ സ്റ്റിൽ എലൈവായ ഒരു യേശുക്രിസ്തു എന്ന പിതാവിൻ്റെ സന്നിധിയിൽ മഹാപുരോഹിതനായി മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുകയാണ്. എന്താണ് മഹാപുരോഹിതന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്? അനേകർക്ക് വേണ്ടി താതൻ സന്നിധിയിലെ പാദം ചെയ്യുന്ന മാമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ. യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ ആർക്ക് വേണ്ടിയിട്ടാണ് പക്ഷവാദം ചെയ്യുന്നത്? ദൈവവചനം കൈക്കൊണ്ടവർക്ക് വേണ്ടി മാത്രം, ലോകത്തിന് വേണ്ടിയല്ല. ഇനി 16 യേശുവിൻ്റെ ഏകമധ്യസ്ഥൻ. 1 തീമോഥെയോസ് 2:5. 1 തീമോഥെയോസ് 2:5.
യേശു എൻ്റെ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ. അപ്പൊ യേശുക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ, വേറെ മധ്യസ്ഥൻ ഇല്ല. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ, അത് യേശുക്രിസ്തു മാത്രമാണ്. അപ്പൊ യേശുക്രിസ്തു ഏക മധ്യസ്ഥനാണ്. ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? എബ്രായർ 7:25 കാണാപ്പാടം ദൈവമക്കൾക്കറിയാം. യേശുക്രിസ്തു മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ യേശുക്രിസ്തു സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിക്കാൻ പ്രാപ്തം. എൻ്റെ കടം വീട് കയറുന്ന പലരും എന്നെ എഴുതി തള്ളിയതാണ്. ഒരാൾ വെല്ലുവിളിച്ച് പറഞ്ഞു, മോനിച്ചൻ്റെ കടം വീടാമെങ്കിൽ മോനിച്ചൻ പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കാമെന്ന്. പക്ഷേ എൻ്റെ കടം വീടാനായിട്ട് ഇപ്പം യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുത്തപ്പോൾ സദാ ജീവിക്കുന്നവനായ യേശു എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ എന്നെ പൂർണ്ണമായും രക്ഷിച്ചു. യേശുക്രിസ്തു എൻ്റെ ഏക മധ്യസ്ഥൻ. ഇനി 17 യോഹന്നാൻ 6:51 യേശു എൻ്റെ ജീവനുള്ളപ്പം. യോഹന്നാൻ 6:51. ജീവനുള്ള അപ്പം ഞാനാവുന്നു. യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം, ലിവിങ് ബ്രെഡ്, അത് യേശുക്രിസ്തുവാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. യോഹന്നാൻ 6:32 യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. അപ്പം ജീവനുള്ള അപ്പം, ദൈവത്തിൻ്റെ അപ്പം, സാക്ഷാലപ്പം. ഒരിക്കല് എനിക്ക് പള്ളിയിൽ ഹോളി കമ്മ്യൂണിയൻ കുർബാന മുടക്കിയിരിക്കില്ലേ. അപ്പം നമ്മളിവിടെ വാടകയ്ക്ക് കൊടുത്തപ്പം കഴിഞ്ഞ വർഷം ആ സഭയുടെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോനിച്ചാന് വേണമെങ്കിൽ കർത്തൃമേശ തരാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്ററെ ഇത് സാക്ഷാലപ്പമാണോ എന്ന് ചോദിച്ചു. അപ്പം ഒന്ന് ചിരിച്ചു. കാരണം ഇന്ന് നമുക്കറിയാം വ്യത്യസ്തങ്ങളായ അപ്പങ്ങളാണ് കത്തോലിക്ക സഭയ്ക്കുള്ളതും ഓർത്തഡോക്സ് യാക്കോബായ ജ്ഞാന സഭകൾക്കുള്ളതും പെന്തക്കോസ്ത് സഭകൾക്കുള്ളതും. ഇതിലേതാണ് സാക്ഷാലപ്പം? ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയാണ്, സാക്ഷാലപ്പം, ദൈവത്തിൻ്റെ അപ്പം, ജീവനുള്ള അപ്പം തിന്നാൻ തരുന്നത് പിതാവാൻ ദൈവമാണ്. ഈ അപ്പമാണ് ഇപ്പോൾ ഇവിടെ തിന്നുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കർത്തൃമേശയാണ്, ആത്മാവിലുള്ള കർത്തൃമേശയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഏകദേശം 1.5 മണിക്കൂറെങ്കിലും ഈ ജീവനുള്ള അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ 36 കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു, യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഇനിയും 18 കാര്യം അല്ലേ, 18 യേശു എൻ്റെ നല്ല വൈദ്യൻ. മത്തായിയുടെ സുവിശേഷം 9:12. മത്തായിയുടെ സുവിശേഷം 9:12. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അവിടെ യേശു തന്നെ പറയുന്നുണ്ട്, ദീനക്കാർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇന്നിപ്പം സന്തോഷിൻ്റെ ഭാര്യ ജെസ്സിയുടെ അനിയത്തിയുടെ മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യൻ. നമ്മൾ പാടാറുമില്ല, രോഗശയ്യയിലേനി സഹായകനും നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസാഖിയുമാവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസാഖിയുമാവൻ തന്നെ. മാറാത്ത യേശു ഇന്നും നമ്മുടെ നടുവിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ്? യെരമ്യാ 8:22 പറയുന്നു, ഗിലെയാദിൽ വൈദ്യനില്ലയോ, അവിടെ സുഗന്ധതൈലമില്ലയോ, എന്തുകൊണ്ട് എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നു? എത്ര പേര് അല്ലേ, ഇന്നലെ ആലപ്പള്ളിയിലെ 10 രോഗങ്ങളുടെ കാരണങ്ങൾ അല്ലേ, പാപം മൂലമുള്ള രോഗം, ശാപം മൂലമുള്ള രോഗം, യേശുവിൻ്റെ നാമമഹത്വത്തിനുള്ള രോഗം, യേശു സൗഖ്യമാക്കാത്ത രോഗം,
ഇങ്ങനെ 10 തരത്തിലുള്ള രോഗങ്ങൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളതാണ്. ഇനി ദൈവമൊക്കെ കേൾക്കണത് ഞാൻ ഇനി എടുക്കാം. കാര്യം ഇന്ന് അനേകർക്ക് രോഗാത്മാവിൻ്റെ രോഗമുണ്ട്. എന്നാൽ നമ്മുടെ യേശു ക്രിസ്തു എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനാണ്. ഇനിയും 19 യേശു എൻ്റെ യജമാനൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, യജമാനെ പോലെ ആകുന്നത് ദാസന് മതി. ഇപ്പൊ യേശു ക്രിസ്തു എൻ്റെ യജമാനനാണെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. വീണ്ടും ലൂക്കോസ് 12:35 ലൂക്കോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ലൂക്കോസ് 12:35 നിങ്ങൾ കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ കനാനായ പള്ളിയിൽ പാടും. യജമാനൻ ഉണർവുള്ളോരായിട്ടൻ കുന്തേരെ തോപ്പിൽ പണിയായി കാൺമു ക്രോധന്യര പകലെല്ലാം തൻ കൂടെ പണിതവർക്ക് നരകേട്ടി ഹരികാർമിച്ചിടും തതന്നിരുത്തും മേശയ്ക്ക പരികാർമിക്കും സുതൻ ഋകുദിശ പാറകലിത്തോ മുടയും ഓരോ മുടി ഹാലേലുയ്യ ചൂടും മകുടത്തിൽ. ലൂക്കോസ് 12:42 മുതൽ 44 വരെ പറയും. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു ഭാര്യക്കാരെയും ഭാര്യക്കാരത്തികളോട് തല്ലുവാനും തിന്നു കുടിച്ചു മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യേജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവൻ അവിശ്വാസികളോടുകൂടെ പങ്കു കൽപ്പിക്കുകയും ചെയ്യും. അപ്പം പാടിയതുപോലെ യജമാനൻ യേശുക്രിസ്തുവാണ് യജമാനൻ ചില ദൗത്യങ്ങളൊക്കെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം എന്താണ്? തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന്. അത് വായിച്ചായിരുന്നോ? 42 അത് വായിച്ചില്ലല്ലോ, ഞാൻ വായിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. കർത്താവ് പറഞ്ഞത് തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരന്റെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അതായത് തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടത് അല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ആ വചനമെന്ന ആഹാരം കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഓർക്കും മതി ഞങ്ങൾക്ക് നിറഞ്ഞു ഇനിയും വേണ്ടെന്ന് വേണം പറയും അല്ലേ? തക്ക സമയത്ത് ആഹാരവിധം കൊടുക്കേണ്ടതിന് യജമാനനാകുന്ന യേശു ക്രിസ്തു ആക്കി വെച്ചിരിക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ. അങ്ങനെ കാണുന്നവൻ ഭാഗ്യവാൻ. നമുക്കൊത്തിരി ചുമതലയുണ്ട്. ഈ കിട്ടുന്നതായ ധാന്യം, ഈ കിട്ടുന്നതായ ആഹാരം പൂട്ടിവെക്കാനുള്ളതല്ല. നമ്മുടെ കുടുംബത്തിൽ നമുക്കിത് കേൾക്കാത്ത മക്കളോടൊക്കെ ചോദിക്കണം. അവരുമായിട്ടൊക്കെ ഇച്ചിരി ഈ വചനം ഒന്ന് പങ്കുവെക്കണം. ഈ വചനം അവർക്ക് എന്ത് ചെയ്യണം? അവരോടിരുന്ന് കഴിക്കാൻ കൊടുക്കണം. അല്ല വരുന്ന ദുരന്തം എന്താണ്? ഈ ലോക ജീവിതം കഴിഞ്ഞാൽ ചിലപ്പം അനേകരും നിത്യതയിൽ കാണാതെ ഒരു ദണ്ണിപ്പിക്കുമെന്ന് അവിടെ പറഞ്ഞു. ഇനിയും 20 യേശുക്രിസ്തുവിൻ്റെ സാക്ഷാൽ മുന്തിരിവള്ളി, ഞാൻ യേശുക്രിസ്തുവിൻ്റെ മുന്തിരിവള്ളിയിലെ കായ്ക്കുന്ന കൊമ്പും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ. യോഹന്നാന്റെ സുവിശേഷം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അപ്പം യേശുക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിലെ കായ്ക്കുന്ന കൊമ്പുകളായി ഞാനും നിങ്ങളും മാറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് യേശു കർത്താവ് അല്ല പിതാവ് നമ്മളെ ചെത്തും. ഫലം കായ്ക്കുന്നത് മാത്രമേ ചെത്തത്തുള്ളൂ.
ബാക്കി കായ് കുറേ വർഷം 3 വർഷക്കാലമൊക്കെ കർത്താവ് എന്ത് ചെയ്യും? നോക്കും ഫലമുണ്ടോ. ഫലമില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് വെട്ടി തീരിട്ട് ചുട്ടുകളയും. അതുകൊണ്ട് ഫലം കായ്ക്കുന്നവരെ ചെത്തുന്നുണ്ടെങ്കിൽ ഭാഗ്യമാണ്. ഇതുവരെ കായ്ക്കാത്ത ഇനിയും അധികം ഫലം ഞാനും നിങ്ങളും കായ്ക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇനിയും എത്രാമത്തെയാണ്? 21 അല്ലേ? മത്തായിയുടെ സുവിശേഷം 25:1. യേശു എൻ്റെ മണവാളൻ, യേശു മണവാളൻ. മത്തായിയുടെ സുവിശേഷം 25:1. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. എല്ലാവർക്കും കാണപ്പാടം അറിയാം. ഈ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരിൽ ആ ഗ്രൂപ്പിൽ നമ്മളുണ്ട്. കൈവിടപ്പെടാതെ പാത്രത്തിൽ എണ്ണയുള്ളവരായി തീരുക. ഇനിയും 22. യേശു ക്രിസ്തു എല്ലാ നാളും കൂടിയിരിക്കുന്ന ഇമ്മാനുവേൽ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യം. മത്തായി 1:22. യെശയ്യാവ് 7:14. യെശയ്യാവ് 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മതി. ഇനി മത്തായി 1:22. ഇമ്മാനുവേൽ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് യേശു കർത്താവ് മത്തായി 28:20 പറയുന്നുണ്ട്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട്. അപ്പൊ യേശു കർത്താവ് നമ്മുടെ ഇമ്മാനുവേലാണ്. നമ്മൾ സമ്മതിക്കണം ഇല്ലേ? ഞാൻ ചിലപ്പോൾ ഇങ്ങനെ തമാശ രൂപേണ ഞങ്ങളുടെ ചെറുപ്പത്തിലെ പാട്ടൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്. ഞങ്ങൾ 4 മക്കളാണ്. മൂത്ത മകനാണ് ഞാൻ. നേരെ ഇളയത് 2 പെൺപിള്ളേർ, ഏറ്റവും ഇളയത് അനിയനും. അപ്പം അന്നത്തെ ചെറുപ്പത്തിൽ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് അമ്മച്ചി തരും. ഞങ്ങൾ 4 പേരും കൂടെ ഇങ്ങനെ ലൈനായിട്ടിരിക്കും. സന്ധ്യയായി വിളക്കു വെച്ചു യേശുവേ നീ വരണേ, സന്ധ്യാനേരത്തുള്ള നിന്റെ കൃപയിപ്പോൾ തരണേ. എന്നിട്ട് എത്രയും വേഗം സ്റ്റാൻഡ് വിട്ട് പൊക്കോളാൻ പറയും. കാര്യം എന്താണ്? യേശു കർത്താവ് അടുത്ത വീട്ടിൽ പൊക്കോളാൻ പറയാം. നമുക്ക് ഇവിടെ ഒത്തിരി പ്രോഗ്രാമൊക്കെ ഉണ്ട്. എന്നാൽ എല്ലാ നാളും കൂടെ ഇരിക്കുന്ന ഇമ്മാനുവേലിനെ ആരാണ് കൂടെ ഇരുത്തുന്നത്? നമുക്കറിയാം. കൂട്ടായ്മ കഴിയുമ്പം തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലേ, 7-ന്റെ അവസാനത്തെ വാക്ക് 8:1 എന്താണ്? കൂട്ടായ്മ കഴിയുമ്പോൾ എല്ലാവരും ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിലേക്ക് പോയി. യേശുവോ ഒലിവുമലയ്ക്ക് പോയി. കാരണം ആരും യേശുവിനെ എന്ത് ചെയ്തില്ല? വീട്ടിലേക്ക് ക്ഷണിച്ചില്ല. ഇനിയും 22-ാമത്തെ കാര്യം, യേശു പുനരുത്ഥാനം ജീവനുമാകും. യോഹന്നാൻ 11:25. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല. അപ്പൊ യേശു കർത്താവ് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. അപ്പം ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ആ യേശുവാകുന്ന പുനരുത്ഥാനം ജീവൻ. ഇപ്പൊ വായിക്കുന്നത് എന്താണ്? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പിന്നെ ഈ പരേതരക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാനുണ്ടോ എനിക്കറിയത്തില്ല. ചെയ്തു, നല്ലതൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ ജീവിച്ചിരുന്ന നാളിൽ യേശു തന്നെ പുനരുത്ഥാനം ജീവനുമാണ്. ആ യേശുവിൽ വിശ്വസിച്ചാലും മരിച്ചാലും ജീവിക്കും. ഇനി 2 കൊരിന്ത്യർ 4:10 കൂടി ഒന്ന് വായിക്കണേ. 2 കൊരിന്ത്യർ 4:10. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ട. മതി. പൗലോസ് പറയാണ്, യേശു ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണം. ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. ചാവാറ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. യോഹന്നാൻ 10:10 പറയുന്നുണ്ട്, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് യേശു. ഞാനും നിങ്ങൾ ഇപ്പോൾ പലർക്കും ഇവിടെയല്ല, ജീവനുള്ളവനെന്ന പേരുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ, പക്ഷെ അവരുടെ ആത്മാവ് മരിച്ചാണ് ഇരിക്കുന്നത്.
അവരുടെ ആത്മാവിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടണം. രക്തത്തിലാണ് ജീവൻ. യേശുവിൻ്റെ രക്തം കയറ്റുന്നവരെ തീരണം, യേശുവിൻ്റെ രക്തം തളിക്കപ്പെടുന്നവരായി തീരണം. ഇനി 24, യേശു എൻ്റെ സ്നേഹിതൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 14-ാമത്തെ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യേശുക്രിസ്തു കൽപ്പിക്കുന്നത് ചെയ്താൽ യേശുക്രിസ്തുവിന്റെ സ്നേഹിതരായി നമ്മൾ മാറുകയാണ്. യോഹന്നാൻ 11:11 കൂടി. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. സത്യവേദ പുസ്തകത്തില് മാർത്താ മറിയയുടെയും ആങ്ങള ലാസറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണ്? യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയാണ് നമ്മുടെ സ്നേഹിതൻ. ഇപ്പം നമ്മളെക്കുറിച്ച് ഇതുപോലെ തന്നെ ഇപ്പം വേദപുസ്തകം അച്ചടിച്ച് പോയല്ലോ. നമ്മളും യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പ്രമാണിക്കുകയാണെങ്കിൽ യേശുക്രിസ്തു നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, നമ്മളും യേശുവിൻ്റെ സ്നേഹിതനാണ്. അതാണ് ഏറ്റവും വലിയ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. എൻ സ്നേഹിതനല്ലോ എന്ന് കൽപ്പന കാക്കുന്ന പള്ളിയിൽ പാടാറില്ലേ? കൽപ്പന കാക്കുന്നോൻ എൻ സ്നേഹിതനല്ലോ, അല്ലേ? ഇനി 25, യേശു ദേവാലയത്തിൽ വലിയവൻ, യേശു ശലോമോനിൽ വലിയവൻ, യേശു യോനയിലും വലിയവൻ. മത്തായി 12:6, 12:41, 12:42 വായിക്കണ്ട. ഇനിയും 26, യേശു തന്നെ വഴിയും സത്യവും ജീവനും. എല്ലാവർക്കും അറിയാം. യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല. നമുക്കൊരു പാട്ട് ഇങ്ങനെ ഇല്ലേ? വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ, പരനേക മധ്യസ്ഥൻ താതന്നരികിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമല്ല, യേശു നാമമല്ലാതെ. ആകാശത്തിൻ യേശുക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ പിതാവിൻ്റെ അടുക്കൽ എത്തണം. ഇവിടെ വെച്ച് തന്നെ എത്തണം. അതെങ്ങനെയാണ്? മത്തായി 6:6 പറയുന്നുണ്ട്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട്. നമ്മുടെ പാവപ്പെട്ട മുറിയിൽ, പാവപ്പെട്ട വീട്ടിലെ മുറിയിൽ നമ്മൾ വാതിലടച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പ്രതിഫലം തരുന്നൊരു കർത്താവ്. ഗലാത്യ 4:6 നമുക്കറിയാം. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയക്കുമ്പോൾ. പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം എങ്ങോട്ട് പറഞ്ഞു, പൂവന്തുരത്തിലാന്ന് തോന്നുന്നു, വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു 26 വർഷമായി പ്രാർത്ഥിക്കാനായിട്ട് ഒരു പള്ളിയിലും പോകാറില്ല. ഒരു പള്ളിയിലും പോകാറില്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഏതെങ്കിലും പള്ളി അച്ചട്ടാന്ന് വിചാരിച്ചാൽ അവിടെ ചില പവർ കൂടുതലുണ്ടെന്ന് ആൾക്കാർ പറയും, അങ്ങോട്ട് കൂടും. ഇപ്പം ആ പരിപാടിയൊന്നുമില്ല. കാരണം എൻ്റെ പാവപ്പെട്ട വീട്ടിലെ മുറിയടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിഫലം തന്ന് ഇതുവരെ നടത്തിയ ഇതൊന്നും പോഷകല്ല ദൈവമക്കളെ. ഈ സ്വർഗത്തിലെ ദൈവം അപ്പ പിതാവല്ല പലരുടെയും. പലർക്കും ദൈവം തമ്പുരാനാണ്, പലർക്കും ദൈവം യഹോവയാണ്. ഈ ദൈവത്തെ അബ്ബ പിതാവ് എന്ന് വിളിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആത്മാവുള്ളവനാകണം. റോമർ 8:9 പറയുന്നില്ല, യേശുക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ യേശുക്രിസ്തുവിന് ഉള്ളവനല്ല. ഇനിയും 27, യേശു നമ്മളെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. മത്തായി 4:19. മത്തായി 4:19. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു. അപ്പം ഞാനും ഇതുപോലെ ഇത് സത്യമാണെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകണ്ടേ? എന്തുകൊണ്ടാണ് എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഇപ്പം മനുഷ്യനെ പിടിക്കണം എന്നുള്ളത്. പിടിച്ചതൊന്നും പോരാന്നുള്ളതാണ്. കാര്യം എന്താണ്? യേശുവിന് വേണ്ടി അല്ലേ? യോനയുടെ പ്രസംഗം കേട്ട് 1,20,000 പേര് മാനസാന്തരപ്പെട്ടുവെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ ഞങ്ങളെ കൂട്ടായ്മയായിട്ട് കർത്താവ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അനേകരെ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുവാനും കേൾക്കുവാനും ഗ്രഹിക്കുവാനുമായി ഞങ്ങൾക്ക് 1,20,000 ആത്മാക്കളെ തരണം. എന്തിനു വേണ്ടിയിട്ടാണ്? 1 രൂപ ആദായം ഉണ്ടാക്കാനല്ല,
ഇവിടെ ഇരിക്കുന്ന ദൈവമൊക്കെ അറിയാം. എന്തിനാ? ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഇവരാരും നശിച്ചു പോകരുത്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറഞ്ഞിട്ടുണ്ട്, സഭ മാറണ്ട, സമുദായം മാറണ്ട, ഒരു പൈസയും തരണ്ട. എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിനെ അനുഗമിച്ചാൽ, നുണപ്പാട്ട് പാടും, കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കുമെന്ന്. തീരണം പാരിലെന്നാൽ ഞാനോടുമീലൻ പ്രിയനരികിൽ ആരുമയോടവൻ എന്നെ കുരിശെടുത്തൻ ഇതുവരെയും കൂട്ടായ്മയിൽ വരുന്നുണ്ടെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നുണ്ടോ? യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ ഉള്ളത്തിലൊരു കൊതി തോന്നുന്നുണ്ടോ? യേശുവിൻ്റെ പിന്നാലെ വന്നിട്ട് ഒരാളെയെങ്കിലും യേശുവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇല്ലേ? ഇപ്പം അവനവനാകുന്ന, ഇപ്പം അപ്പുകുട്ടൻ തന്നെ പല ഗ്രൂപ്പിലായിട്ട് കഴിവതും മെസ്സേജുകൾ പാസ് ചെയ്യുന്നുണ്ട്. ഈ കൂട്ടായ്മ നമ്മുടെ തന്നെ ലിങ്ക് പലപ്പോഴും ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പല കൂട്ടായ്മകൾ, വാട്സാപ്പ് കൂട്ടായ്മകളുണ്ട്. ഇല്ലാത്തവരത് അങ്ങനെ കുറേ ഗ്രൂപ്പ് ഉണ്ടാക്കുക, അവരുടെ ബന്ധുമിത്ര ചുമ്മാ അങ്ങ് അയക്കുക, അവർ കാണുകയോ കേൾക്കുകയോ ചില വചനങ്ങളൊക്കെ അയക്കണം. അപ്പോൾ കൂടെ ഇന്ന് തന്നെ ഒത്തിരി വചനങ്ങൾ അയച്ചിട്ടുണ്ട്, ഇന്നലെ ഇന്നുമായിട്ടും ഇല്ലേ? കാര്യം ഏതെങ്കിലും ഒരു വചനം ആരെങ്കിലും ഒന്ന് ടച്ച് ചെയ്യട്ടെ. നിരാശപ്പെട്ടിരിക്കുമ്പോൾ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ഇപ്പം ഇത് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം കൂടെ പറയാം. ഇവിടെ അടുത്തൊരു വ്യക്തി എന്നോട് പറയും, എന്നെക്കാളൊക്കെ ഇളയതാണ്, ചെത്തിപ്പുഴ ആശുപത്രിയുടെ ആ മതിലിൽ കുറെ വചനം എഴുതി, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അപ്പം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജോലി നഷ്ടപ്പെട്ട്, ഗൾഫിൽ നിന്നുള്ള ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നപ്പോൾ അപ്പനും അമ്മയും അവനെ ഇറക്കി വിട്ടു. അവന് 4 വയസ്സുള്ള ഒരു പൈതലുണ്ടായിരുന്നു, കുഞ്ഞു മകൾ. അവൻ എന്നോട് പറയാം, എൻ്റെ മോനിച്ചായ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് രാത്രിയിൽ കൊച്ചിന് ഉമ്മയും കൊടുത്തിട്ട് ഫാനിൽ കയറാനായിട്ട് വരും, ഫാനിൽ തൂങ്ങാനായിട്ട്. അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ 11:30 മണിക്ക് ഫാനിൽ തൂങ്ങാനായിട്ട് ഇങ്ങനെ കയറിടുമ്പോൾ ഈ വാക്യം, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അതിനുശേഷം അവന് സൂയിസൈഡ് ചെയ്തില്ല, അവന് നല്ലൊരു ജോലി കിട്ടി. ഇന്ന് മക്കളൊക്കെ 10-25 വയസ്സായി കാണും, എല്ലാം നല്ല രീതിയിൽ നടക്കും. ഞാൻ പറഞ്ഞത് അപ്പം ആ ഒരു ആ വാക്യം അതിൽ എഴുതി വെച്ചുകൊണ്ട്, നമുക്കൊക്കെ ഭവനങ്ങളില്ലേ, ഒരു ദൈവവചനം എഴുതാൻ പലർക്കും ഭയമല്ലേ? അയ്യോ, പള്ളിയിലച്ചൻ കണ്ടാൽ അങ്ങ് പള്ളിയിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ ചെയ്യും. എന്തിനാണോ ദൈവവചനം മതിലിൽ എഴുതിയത്? ഇവിടെ ഈ മതിലെ ദൈവവചനം എഴുതിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ചേട്ടൻ അച്ഛൻ്റെ അവിടെയും ആൾക്കാരെല്ലാം വഴി ചോദിക്കുമ്പോൾ ആ മതിലിൽ ദൈവവചനം എഴുതിയിരിക്കുന്ന വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെയുണ്ട്. എനിക്ക് ഭയമൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ എഴുതി വെച്ചിട്ടുണ്ട്, യഹോവയാം ദൈവം പണിത വീട്, യേശു ക്രിസ്തുവിനോടും പിതാവിനോടും കൂട്ടായ്മയുള്ള ഭവനം. കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് ഒരേ ഒരു ഉദ്ദേശം മാത്രം. എന്താണ്? മനുഷ്യരെ പിടിക്കണം. ഇനി യെശയ്യാ 9:6, 28, 29, 30, 31 4 കാര്യങ്ങൾ. യെശയ്യാ 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. 28 യേശു എനിക്ക് അത്ഭുത മന്ത്രി, 29 യേശു എനിക്ക് വീരനാം ദൈവം, 30 യേശു എനിക്ക് നിത്യപിതാവ്, 31 യേശു എൻ്റെ സമാധാന പ്രഭു, 32 1 പത്രോസ് 2:4 യേശു എനിക്ക് ജീവനുള്ള കല്ല്, 1 പത്രോസ് 2:4 യേശു എനിക്ക് ജീവനുള്ള കല്ല്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി പണിയപ്പെടേണ്ടത്. അവിടെ പറയരുത് മനുഷ്യർ തള്ളിയ കല്ലാണ് യേശു, അല്ലേ? കാരണം നമുക്കറിയാമല്ലോ, ഇത് ഏറ്റവും കൂടുതൽ വേറെ മധ്യസ്ഥന്മാരെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരുടെ അടുക്കിലേക്ക് ആളുകൾ ഓടിപ്പോകുമ്പോൾ ഇവർ തള്ളിയ കല്ല്. ഞാൻ 38 വയസ്സ് വരെ യേശു എന്ന ജീവനുള്ള കല്ലിനെ തള്ളിയവനാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞാൻ ജീവനുള്ള കല്ലായില്ലായിരുന്നു.
അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. താഴോട്ട് വായിക്കുന്നുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യാഗം കഴിക്കുന്ന വിശുദ്ധ പുരോഹിത വർഗമായി നമ്മൾ പണിയപ്പെടുകയാണ്. മുമ്പ് നമ്മൾ കണ്ടില്ലേ, യേശു ക്രിസ്തു മഹാപുരോഹിതനാകുമ്പോൾ വെളിപ്പാട് 1:6 പറയുന്നുണ്ട്, യേശു കർത്താവ് നമ്മുടെ പാപം പോക്കി തൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു. അപ്പം ആ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ പട്ടം തന്ന് നമ്മൾ പുരോഹിതന്മാരാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മളോ അന്ധകാരത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കും. 33 1 Corinthians 10:4 യേശു എൻ്റെ ആത്മീയ പാഠം. 1 Corinthians 10:4 യേശു എൻ്റെ ആത്മീയ പാഠം. എല്ലാവരും ഒരേ ആത്മീയ പാനം കുടിച്ചും അവനെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പൊ ആത്മീയ പാറ ക്രിസ്തു. ആ പാറയിൽ നിന്ന് എന്താണ്? കുടിച്ചു, അല്ലേ? ആ പാറയിൽ നിന്ന് പഴയ നിയമത്തിലെ കാര്യമാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ ഈ ആത്മീയ പാറ ക്രിസ്തുവാണ്. യോഹന്നാൻ 4:14 ശമരക്കാരത്തി സ്ത്രീയോട് യേശു പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന. ഇപ്പോൾ 1 മണിക്കൂറിന് മേളിലായി, ഇല്ല 1 മണിക്കൂറായെന്ന് തോന്നുന്നു. 1 മണിക്കൂറോളം യേശു കർത്താവ് ആകുന്ന ആത്മീയ പാറയിലെ ജീവനുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. ഇനി 34 ഫിലിപ്പിയർ 2:6 യേശു എല്ലാ നാമത്തിലും മേലായ നാമമുള്ളവൻ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. 2 വാക്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. കുഞ്ഞോളാൻ്റെ വന്ന് പ്രാർത്ഥിക്കും. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അതാ നമ്മൾ പാടത്തില്ലേ, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. ഇനി 35 ലൂക്കോസ് 10:19 യേശു എൻ്റെ അധികാരി. ലൂക്കോസ് 10:19 യേശു എൻ്റെ അധികാരി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവയാതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ യേശു ക്രിസ്തു. സ്വർഗത്തിലും ഭൂമിയിലും, അല്ലേ? ഇവിടെ ഇപ്പം നമുക്കറിയാം, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? ഏതെങ്കിലും വേണമെങ്കിൽ നമ്മളെ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാം. അവർക്കതിനുള്ള ലോ പോയിന്റുകളോ കണ്ടെത്തിയാൽ മതി, അല്ലേ? ഒരു പരാതി ആരെ കണ്ടെങ്കിലും കൊടുപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കൊണ്ട് കൊടുപ്പിച്ചാൽ മതി, ആരെ വേണേലും അകത്തിടാം. അപ്പം അദ്ദേഹത്തിന് ഇവിടെ കേരളത്തിൽ അധികാരമുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ യേശുവിന് എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമാണ്. സന്തോഷമുണ്ടോ? എൻ്റെ സ്നേഹിതന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനാണ്. എന്തധികാരം? എന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം, പ്രസംഗിക്കേണ്ടതിനുള്ള അധികാരം, ഭൂതങ്ങളുടെ മേലുള്ള അധികാരം. ഈ അധികാരം ഞാനും നിങ്ങൾ യേശുവിൽ നിന്ന് പ്രാപിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വായിച്ചു, അവ യാതൊന്നും നിങ്ങൾക്കൊരു ദോഷവും പേടിക്കേ വേണ്ട. ചിലർ പറയത്തില്ല ഭയങ്കര പോരാട്ടമാണ്, ഒന്നും വേണ്ട. കാരണം പാമ്പുകളും തേളുകളും എല്ലാം നമ്മുടെ കാൽക്കീഴിലാണ്. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയും എന്ന പൗറ നമുക്ക് തന്നിരിക്കുന്നു. ഇത്ര മഹത്വമുള്ള പദവിയാണ്. ഇതെല്ലാം യേശുവിൽ നിന്നാണ് ലഭിക്കുന്നത്.
ഇനി 36 ലൂക്കോസ് 10:20 നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നവൻ യേശു. ലൂക്കോസ് എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്ര സന്തോഷിപ്പിക്കും. അതിനാണ് സന്തോഷിക്കുന്നത്. കാരണം ഇന്നും നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നവൻ, ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നവൻ. എന്നാൽ തോൽക്കുന്നവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നവനും കൂടാണ്. ജയിക്കുന്നവന് ഞാൻ അവൻ്റെ പേര് പിതാവിൻ്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയും. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. 36 കാര്യങ്ങളാണ് ഇന്ന് യേശുവിനെ കുറിച്ച് ചിന്തിച്ചത്. 1 മണിക്കൂർ കൊണ്ട് മുഴുവനും പറയുവാൻ സാധിച്ചു. കാരണം നിങ്ങൾ ഈ 36 പ്രസംഗങ്ങളിലൂടെ ഇത് കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഇത് വ്യക്തിപരമായി ഈ 36 കാര്യങ്ങളും എൻ്റെ ആരാണ് യേശു, അവനവൻ ഉറപ്പിക്കണം. ഈ ഭൂമിയിലെ ജീവിതം ഇനി എത്ര നാളുണ്ട് അറിയില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ 1 കൊല്ലമായിരിക്കും, 2 കൊല്ലമായിരിക്കും, അല്ല 3 കൊല്ലമായിരിക്കും. അധികമൊന്നുമില്ല. കാര്യം ഈ ഡിജിറ്റൽ കറൻസിയിൽ നമ്മളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രതിമ സംസാരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്. പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കേണ്ടതിന്. ഇപ്പം AI വന്നു, പ്രതിമകൾ വന്നു, ഇനിയും മാതാവിൻ്റെ രൂപത്തിലൊക്കെയുള്ള പ്രതിമകളൊക്കെ വരും. നമ്മുടെ പേര് ചൊല്ലി വിളിക്കും. ആ പ്രതിമയെ നമസ്കരിക്കേണ്ടതിന് അവിടെ അധികാരം കൊടുക്കും. ജാഗ്രത, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അതുകൊണ്ട് യേശുവോടങ്ങ് ചേർന്നിരുന്നോണം, യേശുവിനോട് മാത്രം പഠിച്ചോണം. ലോകത്തിൽ ഒരു മനുഷ്യനോടും പഠിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പള്ളിയിൽ ഒരു ചകോടത്തിന് പോയപ്പം സമാപന പ്രാർത്ഥനയിൽ ഇങ്ങനെ അച്ഛൻ ചൊല്ലി, ഏത് സമയത്തും വിളിച്ചാൽ ഉത്തരം തരുന്ന യേശുക്രിസ്തു. അവിടെ ചൊല്ലിയത് ഇങ്ങനെയാണ്, ഏത് സമയത്തും വിളിച്ചാൽ ഉത്തരം തരുന്നൊരു യേശു. ഞാനന്നേരം ഓർത്ത്, അവിടെയൊക്കെ ചൊല്ലി വിടുന്നുണ്ടല്ലോ, എന്നിട്ട് വേറെ വല്ലവരെയൊക്കെ മരിച്ചുപോയവരെ വിളിച്ചോളാൻ അങ്ങ് പറയുകയും ചെയ്യും. എന്തൊരു വിരോധാഭാസം. എന്നാൽ നമുക്കിനി നമ്മളൊരു കാര്യത്തിൽ ഉറക്കണം. അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ തന്ന സ്വർഗീയ പിതാവ്, എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുർമനസാക്ഷി നീങ്ങുമാർ യേശു ക്രൂശിച്ചൊരിഞ്ഞ രക്തത്താൽ നമ്മളെ കഴുകി വെടിപ്പാക്കി നമ്മളെ വിശുദ്ധീകരിച്ച കറച്ചുളുക്കമൊന്നുമില്ലാതെ നമ്മളെ മണവാട്ടിയാക്കി മാറ്റിയ മണവാളൻ, ആ മണവാളൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കർത്താവേ, ഞങ്ങളിന്ന് പാത്രത്തിൽ എണ്ണയുള്ളവരാ തീരുവാൻ വിൽക്കുന്നവരുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ ഇന്ന് എണ്ണയുണ്ടോ, നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പാടിയതുപോലെ കർത്താവേ, ഞങ്ങളെല്ലാം ഞങ്ങളുടെ മൺപാത്രത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. കർത്താവേ, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തീരുമാനം നമുക്ക് യേശുവിനോട് പറയാം. കർത്താവേ, നീ മാത്രം ഞങ്ങളുടെ രാജാവ്, നീ മാത്രം ഞങ്ങളുടെ കർത്താവ്. ഞങ്ങൾക്ക് വേറെ കർത്താവില്ല, ഞങ്ങൾക്ക് വേറെ രാജാവില്ല, നീ മാത്രം കർത്താവ്. യേശു കർത്താവേ, ഞങ്ങൾ നിനക്ക് വേണ്ടി ജീവിക്കും. അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ശുദ്ധിക്കായി നീ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന് വാക്കുമാറാത്തവനുമായ ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അപപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല മാറ്റമില്ലാത്ത തിരുവചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നുവെന്ന് കർത്താവെ, ഇസ്രായേൽ ഗൃഹമാകുന്ന അടിയങ്ങൾ ഓരോരുത്തരും നിശ്ചയമായും അറിയണമെന്ന് ഇന്ന് വചനത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. ആ നല്ല കർത്താവെ, അവിടെ നിന്ന് ഞങ്ങളിൽ കർത്തൃത്വം നടത്തുന്ന, ഞങ്ങളിൽ നിന്ന് കർത്താവായിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. യേശുവേ, അവിടുത്തെ യേശു ഞങ്ങൾക്ക് പാപമോചകനായിരിക്കുക. നന്ദിയോടെ സ്തോത്രം.
ഹല്ലേലൂയ. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാകയാൽ നന്ദിയോടെ അടിയങ്ങളെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ തിരുരക്തത്താലെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കഴുകി കർത്താവേ. ചുളുക്കമൊന്നുമില്ലാതെ കർത്താവിന് വേണ്ടി വിശുദ്ധയും നിഷ്കളങ്കയുമായി ഇന്ന് തീർത്ത കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ നല്ല ഗുരുവാണല്ലോ കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. അന്ധകാരത്തിലായിരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും യേശുവിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ വിളിച്ചവനാണ് യേശു ക്രിസ്തു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. ആ തിരുരക്തത്താൽ ഞാൻ കഴുകി കർത്താവേ. ഞങ്ങളെ ഇന്ന് ശുദ്ധീകരണവും നീതീകരണവും തന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ പിതാവേ, ഞങ്ങളുടെ ഹൃദയമാകുന്ന മൺപാത്രത്തില് പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നിറച്ചു തരുന്നവനാണല്ലോ കർത്താവ്. ഹല്ലേലൂയ കർത്താവേ. ഇന്നതിനായി കർത്താവെ മോനിച്ചാനിലൂടെ ഇന്ന് ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ശുദ്ധീകരിച്ച രക്ഷകനാകുന്നു യേശു. ഞങ്ങൾക്ക് ആത്മാ മണവാളനാണെന്ന് കേൾപ്പിച്ചല്ലോ കർത്താവേ. യേശു ഞങ്ങൾക്ക് ജീവന്റെ അപ്പമാകുന്നുവല്ലോ. യേശു ഞങ്ങൾക്ക് വാതിലാണല്ലോ. യേശു ഞങ്ങളുടെ രക്ഷകനാണല്ലോ കർത്താവേ. യേശു ഞങ്ങളുടെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭുവാണെന്ന് അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചുള്ള കർത്താവേ. ഈ നല്ല യേശുവിന്റെ അരികിൽ വന്നിരുന്നപ്പാ ഇന്നും ഈ മാറ്റമില്ലാത്ത വചനം ഭക്ഷിപ്പാൻ തക്കവണ്ണം കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. അവിടുത്തെ വചനം മാറ്റമില്ലാത്ത എന്നേക്കും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്ന വചനമാണല്ലോ. ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നവനാണല്ലോ ഞങ്ങളുടെ യേശു കർത്താവ്. കർത്താവേ, ഈ വചനങ്ങളൊക്കെയും ഇന്ന് ഞങ്ങൾ ഭക്ഷിച്ചു. ഇത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ നല്ല നിലമാകുന്ന ഹൃദയത്തിൽ നിന്ന് അവിടുന്ന് കർത്താവെ മോനിച്ചാനിലൂടെ വിതയ്ക്കപ്പെട്ടു. ഇത് ദുഷ്ടൻ പെറുക്കി കളയാതെ, ശത്രു കർത്താവെ ഇതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഇടയാകാതെ ഇതിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് കർത്താവെ നൂർമേലി ബലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നിറച്ച് തന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങളെല്ലാം ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഉപകാരമാക്കി തീർക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് യജമാനനാണല്ലോ. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണല്ലോ കർത്താവെ. ഈ വചനങ്ങളൊക്കെ തരുവാൻ തക്കവണ്ണം ശരീരത്തിന്റെ ബലഹീനതകളെ മറന്ന് ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലടി ഞങ്ങൾക്ക് തരുവാൻ അവിടുത്തെ മകനെ അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കുടുംബമായി യേശുവിന്റെ നാമത്തിലടി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്ന അടിയങ്ങളുടെ ആരുടെയും കുറവ് ഈ ഭവനത്തിനോ ഈ മക്കൾക്കോ ഈ കുടുംബത്തിനോ അത് അനുഗ്രഹത്തിന്റെ തടസ്സമായി തീരുവാൻ കർത്താവെ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. മേൽക്കുമേൽ ഞങ്ങൾ ആത്മാവിൽ ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ കർത്താവെ അടിയങ്ങൾ ആരും വിടപ്പെട്ടു പോകാതെ ഈ കൽപ്പിച്ച വചന പ്രകാരം എടുക്കപ്പെടുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു നാഥാ. അപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുക കർത്താവെ. പിരിയാത്ത സ്ഥാനത്തെ ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേട്ടുത്തരം വരണമാറാകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം വിശുദ്ധീകരിക്കപ്പെടും. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചിരിക്കുന്നത് പോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുത്, പിന്നെയോ ഉപയോഗിക്കണമേ. തുടർന്ന രാജ്യവും ശക്തിയും മഹത്വവും കൊടുത്തേക്കുള്ളതാണ്. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ